വിശ്വസിക്കുന്നവർ ഏറ്റു പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേലോ എൻ്റെ ശരീരത്തിന്റെ മേലോ എൻ്റെ കുടുംബത്തിന്റെ മേലോ അവകാശമില്ല. ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ വാരി വിതറി കൊടുക്കും, വായ്പ മേടിക്കത്തില്ല. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എൻ്റെ അധ്വാനം ഞാൻ തന്നെ ഭക്ഷിക്കും. ഞാൻ ഭാഗ്യവാൻ, എനിക്ക് നന്മ വന്നിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയും അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, ഇത് അത്ഭുതത്തിന്റെ സമയം ആണ്. ആമേൻ. ദൈവത്തിന്റെ വലിയ പ്രവർത്തികളെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കർത്താവിന്റെ വചനത്താലും കൂട്ടായ്മയാലും പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്നല്ലോ. പ്രാർത്ഥനയോടെ തന്നെ ഇരിക്കുക. ദൈവം നിങ്ങളോട് ഇടപെടും. വചനത്തിലൂടെ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും. ദൈവിക ആലോചനയിലൂടെ നമ്മളെ കർത്താവ് അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം കേൾപ്പിച്ച വചനത്തെ ഉറപ്പിക്കുക തന്നെ ചെയ്യും. ആമേൻ. നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ ഇന്ന് വാഴ്ത്താം. ആരെങ്കിലും നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്നും കൂടെ ആ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ഒന്നും കൂടെ നമ്മുടെ 2 ഗ്രൂപ്പിലേക്കും ആ ലിങ്കുകളൊന്ന് ഷെയർ ചെയ്യണം. എല്ലാ സമയവും പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യൂട്യൂബിലും മറ്റ് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലെല്ലാം ലൈവിൽ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിൽ എവിടെയെങ്കിലും ഒരു ലിങ്ക് കാണും. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പ്രവേശിപ്പിക്കാവുന്നതാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഈ മാസം 1-ാം തീയതി തുടങ്ങി. ഈ മാസം അവസാനം നമുക്കൊരു പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്നാന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ മാസം അവസാനം നമുക്കൊരു മീറ്റിംഗ് നടക്കുന്നു. എന്നാന്ന് ഓർമ്മയുള്ള ആരെങ്കിലും? ഗോഡ് ബ്ലസ് യു. അപ്പൊ അതോർത്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ആ ദേശത്ത് വലിയ ദൈവപ്രവർത്തികൾ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, വലിയ ദൈവപ്രവർത്തികൾ അവിടെ കാണുവാൻ ദൈവം അവിടെ ചെയ്യും. അതിനായിട്ട് നിങ്ങൾ ഒരുക്കണം. അവിടെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ആ ദേശം ദൈവത്താൽ, ഞാനിത് വിശ്വസിക്കുന്ന വലിയൊരു കാര്യം, ഈ പട്ടണത്തിനൊരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ട് പട്ടണത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവരിലൂടെയാണ് നമുക്ക് സുവിശേഷം എത്തിയത്. നമുക്കറിയാം, നമുക്ക് കയ്യിലിരിക്കുന്ന ബൈബിൾ, നമ്മുടെ കൈവശം ഇരിക്കുന്ന ബൈബിൾ, ഇതെത്തുവാൻ ദൈവം ഉപയോഗിച്ചത് ഇംഗ്ലണ്ടിൽ നിന്നാണ്, അല്ലേ? പല രാജ്യക്കാരിലെ ദൈവം ഉപയോഗിച്ചെങ്കിലും അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി തീർന്നത് ഇവരെയാണ്. അപ്പോൾ നമുക്കറിയാം, കോട്ടയത്ത് ഹെൻറി ബേക്കർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് നമുക്ക് ഈ ബൈബിൾ തർജ്ജിമ ചെയ്യുവാനും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആ ഒരു സ്ഥലത്തിന് അങ്ങനെ പേര് കിട്ടിയേക്കുന്നത്. ഒത്തിരി ചരിത്രമുണ്ട്. ഇതെല്ലാം ഞാൻ പറയാൻ കാരണം, ഇന്ന് അതേ സ്ഥലത്ത് നമുക്ക് തിരിച്ചു വിതയ്ക്കുവാൻ, നമുക്ക് സുവിശേഷം തന്നവർക്ക് തിരിച്ചവരുടെ തലമുറയോട് സുവിശേഷം കൊടുക്കുവാൻ നമുക്ക് ലഭിച്ചൊരു അവസരമാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർ ഓർത്തോണേ, ഇന്ന് ഒരു തലമുറ നമ്മുടെ നാട്ടിൽ സുവിശേഷം തരുവാൻ വന്നുവെങ്കിൽ ഇന്ന് അതേ തലമുറയ്ക്ക് തിരിച്ചു സുവിശേഷത്താൽ വളർത്തുവാൻ ദൈവം നമ്മളെ പിന്നെ ഉപയോഗിക്കുന്നു. ഇതൊരു വിത്താണ്, ഇതൊരു വിതയാണ്. തിരിച്ചും മറിച്ചും ദൈവനാമത്തിൽ കൊടുക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്കും പ്രതിഫലമുണ്ട്, പ്രവർത്തിക്കുന്നവർക്കും പ്രതിഫലമുണ്ട്, അതിൽ പങ്കു ചേരുന്നവർക്കും പ്രതിഫലമുണ്ട്. ദൈവം ആർക്കും കടക്കാരനല്ല. ആമേൻ. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുന്നല്ലോ. അതിനായിട്ട് നമുക്കൊരു വാക്യം എടുക്കാം. നമ്മൾ തുടർമാനമായിട്ട് ലൂക്കോസ് ലീഹായുടെ സുവിശേഷമാണല്ലോ ധ്യാനിച്ചു വരുന്നത്. ഇന്നത്തെ ഞാനൊരു പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. നമ്മൾ വളരെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ദൈവം നിങ്ങളെ വളർത്തും. യേശുക്രിസ്തുവിലുള്ളൊരു വ്യക്തിയുടെ ജീവിതം ഒരു സാധാരണക്കാരനെ പോലെ അല്ല. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും, ബ്രദറെ, ഞാൻ എൻ്റെ ജോലി സംബന്ധമായ വിഷയത്തിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ സമാധാനമില്ല,
എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയം, എൻ്റെ സാമ്പത്തിക വിഷയം, എൻ്റെ ജോലി വിഷയം, അങ്ങനെ ഒത്തിരി ഒത്തിരി കാരണം കൊണ്ടായിരിക്കാം, ഒരു പ്രാർത്ഥനാ വിഷയം കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് വന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ സുവിശേഷ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഫലപുഷ്ടിയുള്ളതായിത്തീരും. ഒരു മനുഷ്യനും കണ്ടു കഴിഞ്ഞാൽ ഇത് മാനുഷികമല്ല, ഇത് ദൈവമാണ് അനുഗ്രഹിച്ചതെന്ന് പറയത്തക്കവണ്ണം ദൈവം നിങ്ങളെ അത്ഭുതകരമായി നടത്തുന്നൊരു മേഖലയാണ് വിശ്വാസ ജീവിതം. ആമേൻ. ഇതിന് കുറേ പ്രത്യേകത നമുക്കിന്ന് കേൾക്കാം. ഒന്നാമതായി യേശുക്രിസ്തു പറഞ്ഞ ചില വാക്കുകളാണ്. അവിടെ നിങ്ങളത് 6-ാം വാക്യം താഴോട്ട് മുഴുവൻ മുഴുവൻ എടുക്കാൻ നമുക്ക് സമയമില്ല, ചില ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ എടുക്കുകയാണ്. 27-ാമത്തെ വാക്യം, എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പിന്നെ പറയുന്നു, ഒരു ചെകിടത്ത് അടിക്കുന്നവർക്ക് മറ്റേ ചെകിടും കാണിച്ചു കൊടുക്കുക, നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവർക്ക് വസ്ത്രം തടുക്കരുത്, നിന്നോട് ചോദിക്കുന്ന ഏവർക്കും കൊടുക്കുക, നിനക്കുള്ളത് എടുത്തു കളയുന്നവർക്ക് മടക്കി ചോദിക്കരുത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്ക് ചെയ്യുവിൻ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്തു ഉപചാരം കിട്ടും? പാപികളെ തങ്ങളെ തന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുവല്ലോ. നിങ്ങൾ നന്മ ചെയ്യുന്നവർക്ക് നന്മ ചെയ്താൽ എന്തു ഉപചാരം കിട്ടും? പാപികൾക്കും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ. അപ്പൊ ഇതിന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് താഴേക്ക് വരുവാണ്. നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകുന്നു. നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും, അവർ നന്ദി കെട്ടവരോട് ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ കേട്ടു അല്ലേ. ഇപ്പം ഇവിടെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ കർത്താവ് പറയുന്ന കുറേ ഭാഗങ്ങൾ, വചനഭാഗങ്ങളുടെ കുറേയാണ്. എന്നാൽ വിശ്വാസ ജീവിതത്തിന്റെ കാതലായിട്ടുള്ള കുറേ ഭാഗങ്ങളാണ്. വിശ്വാസ ജീവിതത്തിന്റെ കാതൽ ഇതൊരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ശത്രുവിനെ സ്നേഹിക്കാനോ നമ്മളെ പോലെ തന്നെ മറ്റൊരാളെ സ്നേഹിക്കാനോ നമുക്കൊരിക്കലും കഴിയുന്നവരല്ല. മനുഷ്യന്റെ ജനസ്, മാനുഷിക ജനസിന് അത് വളരെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടാണ്. ഇത് പരിശുദ്ധ ആത്മാവിന്റെ ഫലമുള്ളവർക്ക് മാത്രമേ ഇത് നടക്കത്തുള്ളൂ. ആത്മാവിന്റെ ഫലം ഞാൻ പറഞ്ഞല്ലോ, ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 27-മുള്ള വാക്യമാണ്. ലൂക്കോസ് 6:27. നിങ്ങൾ ആദ്യം ഒരു വിശ്വാസി ഒരു മനുഷ്യനോടും ശത്രുത വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു മനുഷ്യനോടും നമുക്ക് ശത്രുത ഉണ്ടാകരുത്. എന്താ ഞാൻ ഈ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് നിങ്ങളെപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടവരാക്കാനാണ് ആഗ്രഹം. നിങ്ങൾ ഫലമുള്ളവരായി തീരണം. പിശാചിന്റെ ഒരു തന്ത്രം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പല കാരണത്താലും കുടുങ്ങിപ്പോണം. ഞാൻ നിങ്ങളോട് പറയാറില്ലേ, നിങ്ങൾക്കെതിരെ ഇന്ന് പ്രവർത്തിക്കുന്ന വ്യക്തികളെ, നിങ്ങളെ ഉപദ്രവിക്കുന്ന വ്യക്തികൾ കാണുക നിങ്ങൾ പറയണം, ദൈവം എന്നെ സാക്ഷിയാക്കും. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ അവരോട് എതിർക്കാൻ പോയാൽ, നിങ്ങൾ അവർക്കെതിരെ പ്രവർത്തിക്കാൻ പോയാൽ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളിൽ തുറക്കുവാൻ തടസ്സമായി നിൽക്കും. ഒന്നുകൂടെ ഞാൻ പറയാം. കർത്താവ് ആദ്യം പറയാണ്, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ശാപം ഏക്കത്തില്ല. ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. ഒരാൾ നിങ്ങളെ ശപിച്ചു കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യരുത്? നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സൂക്ഷിക്കണമേ. ഒരു വിശ്വാസിയായ നിങ്ങൾക്കെതിരെ ഒരു വ്യക്തി പ്രവർത്തിച്ചാൽ ആ വ്യക്തിക്ക് അത് നല്ലതല്ല. എപ്പോഴും നിങ്ങൾ ഓർത്തോണേ, നിങ്ങൾക്ക് ഒരു ദൈവസന്നിധിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി പദവികൾ ബൈബിൾ തരുന്നു. യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, നിങ്ങൾ പരിശുദ്ധ ആത്മാവിന്റെ മന്ദിരമായി തീർന്നിരിക്കുന്നു. നിങ്ങളുടെ ശരീരം പരിശുദ്ധ ആത്മാവിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പൊ ഇത്രയും പദവികൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള നിങ്ങൾക്കെതിരെ ഒരു വ്യക്തി പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നു. അപ്പൊ ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. എന്തിനങ്ങനെ പ്രാർത്ഥിക്കുന്ന അറിയാവോ? ആ വ്യക്തിക്ക് ചിലപ്പോൾ ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ദൈവം അങ്ങനത്തെ ഒരു ദൈവമാണോ? അല്ല. നമ്മൾ ഈ കരണ്ടേ പോയി കൈ തൊട്ടാൽ നമ്മൾ പറയാം കരണ്ട് പാവം എന്ന് പറഞ്ഞിട്ട് കൈ തൊട്ടാൽ അവിടെ എന്ത് സംഭവിക്കും? കറണ്ട് അടിക്കും. നല്ലതായിട്ട് കത്തി നിൽക്കുന്ന ഒരു തീയെ പോയി തൊട്ടാൽ എന്ത് സംഭവിക്കും? കൈ പൊള്ളും.
ചൂടുള്ളതിൽ തൊട്ടാൽ കൈ പൊള്ളും. ഇതേപോലെ ദൈവം നമ്മളെ ദൈവത്തിന്റെ മന്ദിരമാക്കി വെച്ചിരിക്കുന്നു. അതാണ് കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക നിങ്ങൾ ദൈവത്തിനുള്ളവരാണ്. അപ്പൊ നിങ്ങൾ യേശുവിലേക്ക് വരുമ്പോൾ നിങ്ങളെ ദൈവം ഒരു പദവിയിൽ കൊണ്ടിരുത്തുന്നു. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ശത്രുക്കളുമായിട്ട് യുദ്ധവും ചെയ്ത് അവരുടെ പുറകെ പോയി അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട്, എന്നാലും ബ്രദറെ അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവർക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന പദവികളിൽ നിന്നും നിങ്ങൾ മറന്നു പോകുന്നു. ഹല്ലേലൂയ. നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ശപിക്കുന്ന വ്യക്തി തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളിലൂടെ അല്ലാതെ ഒരു അനുഗ്രഹം അവർക്കില്ലാത്ത രീതിയിൽ ദൈവം മാറ്റുക തന്നെ ചെയ്യും. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളിലൂടെ അല്ലാതെ ഒരു അനുഗ്രഹം അവർക്ക് ഇല്ലാത്ത രീതിയിൽ ദൈവം നിങ്ങളെ മാറ്റും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. അയ്യോ ബ്രദറെ, ഇതെന്നാ പാടാ ബ്രദറെ. ഞാൻ നല്ലൊരു കാര്യം പറയാം. ഇന്ന് നിങ്ങളെ ശപിച്ചവർ നിങ്ങളുടെ മുമ്പിൽ വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളാണ് എൻ്റെ അനുഗ്രഹമെന്ന് നിങ്ങളിലൂടെയാണ് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് അവർ 10 പേരോട് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. അവർ നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കരുതേ, അവർ നശിച്ചു പോകാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കരുതേ. പകരം നിങ്ങൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്താ സംഭവിക്കുന്നറിയാവോ? അവർ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. നിങ്ങൾ അവർക്കൊരു അനുഗ്രഹമാകും, അവർ നിങ്ങൾക്കും അനുഗ്രഹമാകും. അടുത്ത 29 വാക്യത്തിൽ പറയുന്നു, ഒരു ചെകിട്ടത്ത് അടിക്കുന്നവനെ മറ്റു ചെകിടും അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അടി കൊള്ളുന്ന സമയത്ത് നിങ്ങൾ എന്നെ അടിച്ചോ എന്ന് പറയുന്നതല്ല ഇവിടെ യേശു പറയുന്നത്. ആ ഒരു താഴ്മയുടെ അനുഭവത്തെ അവിടെ കാണിക്കുന്നത്. നിങ്ങൾ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ തല്ലിക്കോന്ന് നിൽക്കരുത്. നമ്മൾ റെസിസ്റ്റ് ചെയ്യണം. ഒരു വ്യക്തി നിങ്ങളെ തല്ലാൻ വന്നാൽ റെസിസ്റ്റ് ചെയ്യണം. അദ്ദേഹം തല്ലുന്നത് നമ്മൾ മേടിച്ചുകൊണ്ട് പോകണമെന്ന ഒരു ആശയമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പകരം റെസിസ്റ്റ് ചെയ്യുക. ആമേൻ. എന്നാൽ പിന്നെ എന്നെ അടിച്ചോ എന്ന് പറയരുത്. അത് അതൊരു ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് യേശു അത് പറയുന്നത്. അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നമ്മൾ പോകരുത്. മറ്റുള്ളവരെ നിങ്ങൾ നിമിത്തം നിങ്ങൾക്ക് ഒരു വ്യക്തിയെ അടിക്കുവാൻ നശിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഇത് ദൈവം എനിക്ക് തന്നതാന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോകരുതേ. ഇതാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് യേശു പറയുന്നത്. ഒരാളെ ഉപദ്രവിക്കാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയെന്നിരിക്കട്ടെ, നിങ്ങൾ പറയും ദൈവം എനിക്ക് തന്ന ചാൻസ്. ഒരിക്കലുമല്ല. ഒരാളെ നശിപ്പിക്കുവാൻ ദൈവം നമുക്ക് ചാൻസ് തരത്തില്ല. പകരം ആ വ്യക്തിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. എൻ്റെ ഉള്ളത്തിൽ ഇന്ന് ഈ വചനം പറയാൻ വേണ്ടി പറയുമ്പോൾ തന്നെ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ പറയുക, വത്സ എന്ന് പറയുന്നൊരു സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഹൃദയത്തിൽ മുറിവേറ്റിരിക്കുകയാണ്. ഒത്തിരി ആളുകൾ നിങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒത്തിരി തഴയപ്പെട്ടിട്ടുണ്ട്, വേദന അനുഭവിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ദൈവസന്നിധിയിൽ കർത്താവെ ചോദിച്ചിട്ടുണ്ട്. എന്നോട് ഇന്ന് വത്സയുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ കേൾക്കുന്നത് ആ വ്യക്തിയോട് പറയുവാൻ പറയുന്നു, യേശു ക്രിസ്തു ഇന്ന് നിങ്ങൾക്ക് എതിരെ നിന്ന വ്യക്തികളെ മുഴുവനും നിങ്ങളിലൂടെ ആ കുടുംബത്തെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശു. പറഞ്ഞു ബ്രദറെ, ഞാനൊരു വത്സ എന്ന് പറഞ്ഞ സഹോദരിയോട് സുവിശേഷം പറഞ്ഞിരുന്നു. അവര് ആദ്യം ഒന്ന് സമ്മതിച്ച് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. പക്ഷെ അവരതിൽ നിന്ന് പിൻവാങ്ങിപ്പോയി. ഇപ്പൊ അവരുടെ വീട്ടില് ഭർത്താവ് ഒരു ഭാഗം തളർന്ന അവസ്ഥയില് വടി കുത്തിപ്പിടിച്ചാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് അവരോട് വീണ്ടും പറയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. തീർച്ചയായിട്ടും അവർ വേണ്ടി പറയാം. നമ്മൾ മടുത്തു പോകാതെ സുവിശേഷം പറയുക. ആ മനുഷ്യനെ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ എണീപ്പിക്കുവാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. ആമേൻ. ഹല്ലേലൂയ. നോക്കിക്കേ, അപ്പൊ അടുത്ത വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്ന ഏവർക്കും കൊടുക്കുക, നിങ്ങൾക്കുള്ളത് എടുത്തു കളയുന്നവരോട് മടക്കി നിങ്ങൾ ഈ കോൺടെസ്റ്റ് എല്ലാം മനസ്സിലായിക്കോണേ. അതിന്റെ അർത്ഥം നിങ്ങൾ നാളെ മുതൽ വഴി നിൽക്കുന്നവർക്കെല്ലാം കൊടുക്കുക എന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു വ്യക്തിക്ക് ഉപദ്രവം ഉണ്ടാക്കും. ഒരാൾ സഹായം ചോദിച്ചു, പക്ഷെ ഈ സഹായം ചോദിക്കുന്ന വ്യക്തിയെ വിവേചിക്കുവാനും നമ്മൾ പഠിക്കണം. നിങ്ങളെ നശിപ്പിക്കാൻ വരുന്നവനെ ഉള്ള വീടും കൂടെ വിറ്റിട്ട് എന്ത് ചെയ്യരുത്, കൊടുക്കാൻ നിൽക്കരുത്. ഒരാളൊരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ജെനുവിനാന്ന് നമുക്ക് മനസ്സിലായാൽ അയാളെ സഹായിക്കുക. ഓ സ്തോത്രം. നോക്കിക്കേ, അടുത്ത വാക്യത്തിൽ പറയുന്നു, നിനക്കുള്ളത് എടുത്തു കളയുന്നവരോട് മടക്കി ചോദിക്കരുത്. നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി, ഞാൻ വീണ്ടും വീണ്ടും പറയും, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ ഇനി എന്നാ വലിയ കൂടോത്രമാണെങ്കിലും അത് മൊത്തം തകർന്ന അരിപ്പടമായിരിക്കും. ഹല്ലേലൂയ.
അടുത്ത വാക്യത്തിൽ നോക്കിക്കോണേ, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും അവർക്ക് ചെയ്യണം. എപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യമാണ്, നമ്മളൊന്നും ദൈവത്തിൽ നിന്നല്ലാതെ ഒരു മനുഷ്യൻ്റെ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചൊരു തത്വമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. ഒത്തിരി ആൾക്കാർ സങ്കടം പറയാറുണ്ട്, ബ്രദറെ എന്താ പറയുന്നത്, ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു ബ്രദറെ, ഞാൻ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താന്നറിയാവോ, പക്ഷേ എൻ്റെ ബ്രദറെ എന്നെ അവർ കറിവേപ്പില പോലെ അവരെന്നെ എടുത്തു കളഞ്ഞു ബ്രദറെ. ഒരു സ്നേഹവും ഇല്ലാതെ ബ്രദറെ എന്നെ അവര് കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞു. നിങ്ങൾ വിഷമിക്കരുതേ, ദൈവത്തിൽ നിന്ന് പ്രതിഫലം ഉണ്ടാകും. കണ്ടോ, നിങ്ങൾ ഏത് മനുഷ്യന് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ഒരു മനുഷ്യന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി ഞാൻ പലപ്പോഴും ഈ സുവിശേഷ വേലയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാറില്ലേ, ഒരു കസേര സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി എടുത്തിടാൻ നിങ്ങൾക്ക് പറ്റിയോ? അത് ബ്രദർ ഇടുമെന്ന് നോക്കി നിൽക്കരുത്, അതിന് പോലും നമുക്ക് പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, നമ്മള് മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്, ദൈവത്തിൽ നിന്നേ എൻ്റെ കൂടെ പറഞ്ഞു കേട്ടെ, മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്, ദൈവത്തിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാവുള്ളൂ എന്ന് പറ. ആമേൻ. അപ്പൊ ഇത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലൊരു പാഠമായിരിക്കണം വിശ്വാസ ജീവിതത്തിൽ നിന്നും. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ഈ ദിവസങ്ങളിൽ നിങ്ങളെ എതിർക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഇന്ന് നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരണമെന്ന് ആഗ്രഹമുണ്ടോ? എതിർക്കുന്ന വ്യക്തിക്കെതിരെ നിങ്ങൾ പറയാൻ പോകരുതേ, പ്രവർത്തിക്കാൻ പോകരുത്. നല്ലൊരു അവസരം കിട്ടിയാൽ പോലും ആ വ്യക്തിക്കെതിരെ ചെയ്യരുത്. പകരം ഞാൻ ആ വ്യക്തി എനിക്ക് എന്നോട് ദുഷിച്ചതാ, ശരി, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല ബ്രദറെ, എൻ്റെ മനസ്സിൽ അത്രയും മുറിവ് കിടപ്പുണ്ട്, എന്നെ അതുപോലെ വേദനിപ്പിച്ചതാ, എന്നെ അതുപോലെ നൊമ്പരപ്പെടുത്തിയതാ, എന്നെ അതുപോലെ ഇട്ട് എന്ത് ചെയ്തതാ, കറക്കിയതാ. പക്ഷെ പറയണവേ, എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങ് അനുഗ്രഹിക്കുക. പക്ഷെ മനസ്സിൽ ഇപ്പോഴും വിഷമം കിടപ്പുണ്ടായിരിക്കാം. ഈ വിഷമം വരുമ്പോഴൊക്കെ അവരെ ഒന്ന് അനുഗ്രഹിച്ചോണം. എന്നാ സംഭവിക്കുന്നറിയാവോ? നിങ്ങളെ വിഷമിപ്പിച്ച വ്യക്തി നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കും, എന്നിട്ട് പറഞ്ഞിരിക്കുക എന്നോട് ക്ഷമിക്കണം. ആ വ്യക്തി പിന്നെ ചലിക്കണമെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം അവർക്ക് വേണം. ഹല്ലേലൂയ. ഇതാണ് സുവിശേഷത്താലുള്ള അനുഗ്രഹം. ഇവിടെ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം എന്നറിയാവോ? ദൈവരാജ്യത്തിന്റെ നന്മകൾ നിങ്ങളുടെ മേൽ തുറന്നുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ടാണ് ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു, കോപിക്കരുത്, അഥവാ കോപിച്ചു പോയാൽ സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചോണ്ടിരിക്കരുത്. നമുക്ക് ദേഷ്യമൊക്കെ വരും. ഞാൻ പലപ്പോഴും, നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ദേഷ്യം, സങ്കടം, കുശുമ്പ്, അസൂയ, പിണക്കം ഇതൊക്കെ വരുന്നവരെ നിങ്ങൾ എത്ര മസിൽ പിടിച്ചിരിയോ ബ്രദറെ, ഞാൻ ഇന്നേ വരെ എനിക്കൊരു കുശുമ്പോ അസൂയ ഒന്നില്ലെന്ന് പറയുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞ എന്തോ കുഴപ്പം നിങ്ങൾക്കുണ്ട്. ഇതൊക്കെ നമുക്ക് വരും. പക്ഷെ വരുന്നതിനെ പ്രോത്സാഹിപ്പിക്കരുതേ. വരുമ്പോൾ എന്തിനോടാണോ നിങ്ങൾക്ക് അസൂയ തോന്നിയത്, ഏത് വ്യക്തിയോടാണോ അസൂയ തോന്നിയത്, മനസ്സിൽ അസൂയ തോന്നുമ്പോൾ ഉടനെ അങ്ങ് അനുഗ്രഹിച്ചു, ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്നാ സംഭവിക്കുന്ന അറിയാവോ? ആ വ്യക്തിക്ക് അസൂയ തോന്നുമാർ ദൈവം നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ ഇമോഷനുകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ പുറകെ പോകരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമുക്കിപ്പോൾ ദേഷ്യം വന്നു, ചിലരിത് ലൈസൻസ് ആക്കി എടുക്കരുത് കേട്ടോ. ബ്രദർ പറഞ്ഞിട്ടുണ്ട്, കോപിച്ചാലും കുഴപ്പമൊന്നുമില്ല, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് അതങ്ങ് പറഞ്ഞു തീർത്താൽ മതി എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ദേഷ്യം വരും, ഇത് കോപം വരാൻ സാധ്യതയുണ്ട്. കോപം വന്നു കഴിഞ്ഞാൽ അതൊരു പിണക്കമായിട്ട് ഇങ്ങനെ ചില ആൾക്കുണ്ട്, കയ്പ് കയറും നമ്മുടെ മനസ്സിലോട്ട്. ഈ കയ്പ് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാവോ? ഈ കയ്പ് നമ്മുടെ ഉള്ളത്തിൽ, കയ്പ് നമ്മുടെ മനസ്സിൽ പിശാചിനൊരു ഡോറായിട്ട് കയറും. അവൻ വന്നു കഴിഞ്ഞാൽ അറക്കുകയും മുടിക്കുകയും മോഷ്ടിക്കുകയും ചെയ്യുവാൻ ഒരു ഡോറാണ്. ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് കയ്പുണ്ടെന്നിരിക്കട്ടെ, ആ വ്യക്തിയോട് കയ്പും ഭയങ്കര ഒരു വിദ്വേഷവും മനസ്സിൽ തോന്നുക, ഭയങ്കര ദേഷ്യവാ. ഉടനെ നമ്മൾ വാവിട്ട വാക്കെന്തോ ആ വ്യക്തിയോ നിങ്ങളോ പറഞ്ഞു പോയി. നിങ്ങൾക്ക് ആ വ്യക്തിയോട് പോയിട്ട് പറഞ്ഞു, ഞാൻ ക്ഷമിക്കുന്നു. ഇനി നേരിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ പുള്ളി വലിയ ബഹളക്കാരനാണെങ്കിൽ ദൈവസന്നിധിയിൽ പറ. നാളെ പുള്ളിയെ കാണുമ്പോൾ ചിരിക്കാതെ പോകരുത്, ചിരിച്ചോണം. ചിലപ്പോൾ പുള്ളി തിരിച്ച് ചിരിച്ചില്ലെന്ന് വരും, സാരമില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും തോറും നിങ്ങളുടെ അനുഗ്രഹം വർദ്ധിച്ചോണ്ടേയിരിക്കും. ആ വ്യക്തി എത്ര കോപം വെച്ചോണ്ടിരുന്നാലും ഈ വ്യക്തി നിങ്ങൾക്ക് ഇനി എന്നാ പരിപാടി ചെയ്താൽ നിങ്ങൾക്ക് ഏക്കത്തില്ല. നിങ്ങൾ ആ വ്യക്തിയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ
ദൈവരാജ്യത്തിന്റെ റിസോഴ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുണ്ട്. ഇത് വലിയ അനുഗ്രഹത്തിന്റെ മർമ്മ കേട്ടോ. നിങ്ങളുടെ എതിർക്കുന്നവരെ അനുഗ്രഹിക്കണം, പകയ്ക്കുന്നവരെ അനുഗ്രഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശരിയാ, വലിയ നമ്മൾ ചിലപ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം, പക്ഷേ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്ക്. മനസ്സിൽ ഈ കയ്പ് ചിലപ്പോൾ കയറി കിടക്കും. ഇത് പറയും തോറും ഈ കയ്പിനെ ദൈവം എടുത്തു മാറ്റും. അതായത് ഇപ്പോഴും എനിക്ക് പലരോടും ക്ഷമിക്കാൻ പറ്റുന്നില്ല, പക്ഷേ വാ കൊണ്ടൊന്ന് അനുഗ്രഹിച്ചേ, വാ കൊണ്ട് അനുഗ്രഹിക്ക്. മനസ്സിൽ ആ കയ്പ് തന്നെ പോകുകയും ആ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ഒരു അനുഗ്രഹമില്ല എന്ന രീതിയിലേക്ക് ദൈവം നിങ്ങളെ മാറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്ന ഒരു ജോണി എന്നു പേരുള്ള ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ ജോണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ആ ജോണിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാജുവിനും കൂടെ വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ പറയുവാണ്. ഈ രണ്ട് വ്യക്തികളുമായി ബന്ധപ്പെട്ട കുടുംബം ആരാണോ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഞാൻ കാണുവാണ്. അവർ ഇടയിൽ കയറിക്കൂടിയ ചില വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവിനാൽ ഇത് മാറിപ്പോവാണ്. സൂമിലോ ലൈവിലോ ഇന്ന് ആ വ്യക്തി കുടുംബമായിട്ട് കേൾക്കുന്ന ആരാണോ അത് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ തൊടുവാൻ വേണ്ടി പോകുന്നു. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഉള്ളത്തിൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. ഇന്ന് കർത്താവെ കുടുംബങ്ങളിൽ നിന്നും സകല പ്രതിസന്ധികളും മാറിപ്പോകട്ടെ, സകല വിഷയങ്ങളും നീങ്ങിപ്പോകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ വലിയൊരു സമാധാനം അവിടെ ഉണ്ടാകട്ടെ, വലിയൊരു സമാധാനം അവിടെ ഇറങ്ങി വരട്ടെ. ഈ ദിവസങ്ങളിൽ കയ്പുകൾ മാറിപ്പോകട്ടെ. നന്ദി യേശുവേ. ഇത് പറയാൻ വേണ്ടി വല്ലവരും ആണോ സൂമിൽ മൈക്ക് മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? അല്ല എങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ആ ഒരു ഭവനത്തിന് വേണ്ടിയാണ് ആലോചനയെ പറഞ്ഞിരിക്കുന്നത്. രാജു എന്ന് പറയുന്നത് എന്റെ ഉപ്പാപ്പന്റെ മോനാണ്. ഉപ്പാപ്പന്റെ മോന് ജോണി എന്ന് പറഞ്ഞ പേരാണ്. ജോണി മരിച്ചുപോയി. ഉപ്പാപ്പന്റെ മോൻ എന്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്നു. ഞങ്ങൾ തമ്മിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്, അല്പം പ്രശ്നങ്ങൾ. അവരെ ഒന്ന് ബ്ലെസ് ചെയ്ത് ബ്രദറെ, ഒന്ന് ബ്ലെസ് ചെയ്ത് യേശുവിന്റെ നാമത്തിൽ ഒന്ന് പറഞ്ഞു. ഞാൻ ആ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിക്കുന്നു പറ. കാരണം അറിയോ, നമുക്ക് ചില നന്മകളെ അവിടെ തുറക്കാനുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് ഞാൻ ആ കുടുംബത്തെ അനുഗ്രഹിക്കുവാണ്. എനിക്ക് നന്മ വേണമെന്ന് പറ. അവരിലൂടെ തന്നെ അവരിലൂടെ നന്മ വെളിപ്പെടാൻ വേണ്ടി പോകട്ടോ. യേശുവിന്റെ നാമത്തെ തുറന്നു പ്രാർത്ഥിക്കുന്നപ്പോ അനുഗ്രഹമായി പ്രിയമകന്റെ ജീവിതം വീഴട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കണ്ടോ, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് കണ്ടോ. ഈ കയ്പ് നമ്മുടെ ഉള്ളിൽ കീറിയിട്ട് ആ കയ്പ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഫലമില്ല. ഇന്ന് നിങ്ങൾ കണ്ടോണം സഹോദര, ആ വ്യക്തികൾക്ക് തന്നെ അസൂയ തോന്നുവാറ് ദൈവം നിങ്ങളെ ഉയർത്തും. കണ്ടോണം. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇവിടെ കർത്താവ് പറയുകയാണെ, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹിച്ചാൽ എന്ത് ഉപകാരം, പാപികളും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ലേ. പ്രത്യേകിച്ച് ഞാൻ ഈ സുവിശേഷ വേലയിൽ വന്ന സമയത്താണ് എനിക്കിത് മനസ്സിലായത്. പണ്ട് എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരെല്ലാം ചെറുപ്പം മുതലേ കൂടെ പഠിച്ചവരും അല്ലാതെ ജോലി സ്ഥലത്ത് പരിചയപ്പെട്ടവരും പിന്നീട് പഠിക്കാൻ വേണ്ടി പോയെടുത്ത് പരിചയപ്പെട്ടു. അങ്ങനെ ഒത്തിരി സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഈ സുഹൃത്തുക്കളിൽ നല്ല സുഹൃത്തുക്കളും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. നമ്മളുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. ഒരു സർക്കിൾ നമുക്കുണ്ട്. പക്ഷെ സുവിശേഷ പ്രവർത്തനത്തിൽ വന്നപ്പോഴെനിക്ക് മനസ്സിലായത്, നാനാഭാഗത്തുള്ള, ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് വലിയ സന്തോഷമായി തീർന്നു. ഞാനിവിടെ പറഞ്ഞായിരുന്നില്ല, ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തായിരുന്നു. അത് അടുത്ത ദിവസം നിങ്ങൾ കേൾപ്പില്ല. ഞാനിവിടെ വെയിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകാനിടയായി തീർന്നു, UK വെയിൽസ്. അപ്പോൾ അവിടെ പോയ സമയത്ത് അവിടെ ഞാൻ പറഞ്ഞു, ഇവാൻ റോബർട്ട്സ് എന്ന് പറഞ്ഞൊരു ദേവദാസുണ്ട്. 1000 വർഷങ്ങൾക്ക് മുമ്പ്, 1000 എനിക്ക് തോന്നുന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഉണർവിന് മുമ്പിൽ നിന്നൊരു മനുഷ്യനാണ് ഇവാൻ റോബർട്ട്സ്. എത്ര പേര് കേട്ടിട്ടുണ്ട് ഇവാൻ റോബർട്ട്സിനെ പറ്റി? വെയിൽസ് റിവൈവലിനെ പറ്റിയും കേട്ടോ എത്ര പേരുണ്ട്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഉണ്ട്, പോയിട്ടുണ്ട്. അപ്പൊ കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ ഞാൻ പോയ സമയത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് 23 വയസ്സുള്ള ചെറുപ്പക്കാരനായിരുന്നു. ആ 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വളരെ ദാഹത്തോടെ, അതായത് അദ്ദേഹം ഒരു കൽക്കരിച്ചൂളയിൽ ജോലി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഒരു രാത്രിയൊക്കെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വളരെ കണ്ണുനീരോടെ അദ്ദേഹം കർത്താവെ ദേശത്തിനു വേണ്ടി, ദേശം മാനസാന്തരപ്പെടുവാൻ, പട്ടണം വിടിവിക്കപ്പെടുവാൻ അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു.
അപ്പം ഞാൻ ചിന്തിക്കുക, ഈ കട്ടിപ്പണിയും കഴിഞ്ഞ് വന്നിട്ട് അന്നത്തെ കാലത്ത് ഈ കൽക്കരി ചൂളയിലുള്ള പണിയും കഴിഞ്ഞ് വന്നിട്ട് രാത്രി ഉറങ്ങേണ്ട ചെറിയ ബാലൻ 23 എനിക്ക് തോന്നുന്നു 23 വയസ്സ് താഴെയാണ് അദ്ദേഹത്തെ. ആ സമയങ്ങളിൽ അദ്ദേഹം പ്രാർത്ഥിക്കുക, വളരെ കണ്ണുനീരോടെ അദ്ദേഹം ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ദേശത്തെ തൊടണം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പറയുന്നു, ആ ദേശത്തെ ദൈവം തൊട്ടു. അവിടെ മദ്യശാലകൾ അടച്ചുപൂട്ടി, ജയിലുകൾ അടച്ചുപൂട്ടി. അവിടെ എന്താ പറയുക, പാപം ചെയ്യുന്ന സഹോദരിമാർ ആ പാപ സ്വഭാവങ്ങൾ നിർത്തി. അവർ മാനസാന്തരപ്പെട്ടു. നീണ്ട കാലഘട്ടത്തോളം എന്ത് ചെയ്തു? അവർ ദൈവസന്നിധിയിൽ മാനസാന്തരത്തോടെ ജീവിച്ചു. കണ്ടോ, ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിച്ചതാ. അപ്പൊ ഞാൻ ചിന്തിക്കുക, ആ വ്യക്തിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമായിരുന്നു? ആ വ്യക്തിക്ക് ദൈവസന്നിധിയിൽ പല കാര്യങ്ങൾ ഞാനത് എനിക്ക് വന്നത് പറഞ്ഞ ഒരു വാക്ക് തെറ്റിപ്പോയി. 1000 വർഷമല്ല കേട്ടോ, സോറി, മാറിപ്പോയി. 1000 വർഷം മുമ്പ് എന്നല്ല പറഞ്ഞത്, അത് തെറ്റിപ്പോയി. അപ്പൊ ആ ദൈവദാസൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന ദേശത്തിന്റെ അകത്തൊരു മാനസാന്തരം കൊണ്ടുവന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഞാൻ അവിടെ നിന്ന സമയത്ത് അവിടെ നിന്ന് കൊറിയയിൽ നിന്ന് കുറെ ആൾക്കാർ അവിടെ കാണാൻ വേണ്ടി വന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് ഇതൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർ, അദ്ദേഹത്തിന്റെ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? കൊറിയക്കാരനായ ഒരു കൂട്ടം ചെറുപ്പക്കാരും അവരൊരു ടീം അവിടെ വന്നത്. അപ്പോൾ വന്നപ്പം ഞങ്ങൾ പറഞ്ഞു ഇതൊരു ബ്രദറാണ്. അപ്പം എൻ്റെ കൂടെ വന്ന സഹോദരൻ പരിചയപ്പെടുത്തി, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ്, ഇതൊരു ബ്രദറാണ് പരിചയപ്പെടുത്തിയപ്പോഴേ ആ മനുഷ്യൻ എന്നെ കൈ തന്ന് കെട്ടിപ്പിടിച്ചു. എന്നൊരു വാക്ക് പറഞ്ഞു, നമ്മളെല്ലാം ബ്രദേഴ്സാന്ന് പറഞ്ഞു. കണ്ടു, കൊറിയയിൽ ഏതോ ഒരു മൂലയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ, ഞാനും ഏതെങ്കിലും ഒരു മൂലയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. നമ്മൾ തമ്മിൽ രൂപത്തിലും നിറത്തിലും എല്ലാത്തിലും വ്യത്യാസമുണ്ട്. പക്ഷെ അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നമ്മളെല്ലാം സഹോദരന്മാരാന്ന് പറഞ്ഞു. കണ്ടോ, എന്നെ ഒത്തിരി അത് ചിന്തിപ്പിച്ചു. കാരണം ഇതുവരെ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, ഇതുവരെ അയാളുമായിട്ടൊരു ബന്ധമില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. പല രാജ്യമാണ് അല്ലെ, കൊറിയ എന്ന് പറഞ്ഞാൽ വേറെ രാജ്യമാണ്. പക്ഷെ ആ വ്യക്തി നമ്മളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, നമ്മളെല്ലാം സഹോദരന്മാരെ. കണ്ടോ, അപ്പൊ ക്രിസ്തുവിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മളെല്ലാവരെയും സ്നേഹിക്കണം. ഇത് നമുക്ക് ദൈവാത്മാവിനാൽ കിട്ടുന്ന ഒരു കൃപയാ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ഒരു മദ്യപാനിയുടെ ഭവനത്തെ നിങ്ങൾ കാണുമ്പോൾ ആ മദ്യപാനിയായ കുടുംബത്തിന് വേണ്ടിയും അവരെയും വിടിവിക്കുവാനാണ് യേശു നിങ്ങളെ കണ്ടിരിക്കുന്നത്. അവരെ കാണുമ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ യേശു ആ ഭവനത്തിന്റെ മദ്യപാനത്തെ പൊട്ടിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല. ഈ സ്നേഹം വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ദൈവരാജ്യത്തിൽ നമുക്ക് വളരാൻ കഴിയത്തുള്ളൂ. നശിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ, അയ്യോ അവനും എൻ്റെ സഹോദരനാണല്ലോ, അവനും യേശു കൊടുത്തൊരു വിലയാണല്ലോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആദ്യം മുതലേ നിങ്ങളെ ഇപ്പോൾ എതിർക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതാണ് സുവിശേഷ വേലയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഫ്രണ്ട് സർക്കിളിനേക്കാൾ വലിയൊരു സർക്കിൾ എനിക്കുണ്ട്. ഒന്നാലോചിച്ച് നോക്കിയേ, നമ്മൾ തമ്മിൽ എന്തോരം ഒരു ബന്ധത്തിൽ ഇപ്പോൾ ആയല്ലേ. നമ്മൾ തമ്മിൽ കുടുംബത്തിൽ ഒരുമിച്ച് ജനിച്ചവരല്ല, നമ്മൾ ബന്ധുക്കാരോ സ്വന്തക്കാരോ അല്ല, നമ്മൾ കൂട്ടുകാരല്ല, മുൻ പരിചയങ്ങളില്ല, വർഷങ്ങളുടെ ഇടപെടലുകൾ നമുക്കില്ല. പക്ഷെ നമ്മുടെ അകത്തൊരു വലിയൊരു സ്നേഹബന്ധം ഉണ്ടായില്ലേ? എനിക്കും നിങ്ങൾക്കും തമ്മിൽ നമുക്ക് പരസ്പരം ഒരു ബന്ധമുണ്ടായി വന്നില്ലേ? ഈ സ്നേഹബന്ധമാണ് പരിശുദ്ധാത്മാവ്. ഇത് ലോകത്തിൽ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കൊടുക്കും തോറും നിങ്ങളുടെ അതിരുകൾ വിസ്താരമായിക്കൊണ്ടേയിരിക്കും. നമുക്ക് ബലപുഷ്ടിമായ സമൃദ്ധമായ ഒരു ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുക. നമ്മുടെ മനസ്സിൽ കയ്പ് വരും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പൗലോസ്ലീഹ പറഞ്ഞു, ജഡത്തിന്റെ പ്രവർത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, പക, പിണക്കം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരും. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ മനസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോണേ, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ഫലം കായ്ക്കാൻ ഉള്ളവരായതുകൊണ്ട് നിങ്ങളുടെ നാവിൽ നിന്നും സ്നേഹത്തിൻ്റെ വാക്കുകളെ വരാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് കർത്താവിൻ്റെ നാമത്തിൽ നിൽക്കുമ്പം നിങ്ങൾ ഒരു മനുഷ്യൻ്റെയും കുറ്റം പറയുവാൻ വേണ്ടി പോകരുത്. ഈ ബ്രദറിൻ്റെ കുറ്റം പറയാൻ വേണ്ടി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടെനിക്ക് മെസ്സേജ് അയച്ചു. എന്നോട് എത്രയോ പേര് എനിക്ക് അയക്കാറുണ്ട്. ആമേൻ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഒരിക്കലും ബ്രദറിൻ്റെ കുറ്റം മറ്റൊരാളുടെ പോയി പറയരുത്. ബ്രദറിനെ പറ്റി നിങ്ങൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ബ്രദറിനോട് പറ, ബ്രദറെ ഞാനിത് കേട്ടു, ശരിയോ തെറ്റോ ഇല്ല. ഓക്കെ, ഇനി ബ്രദർ തിരുത്തേണ്ടതാണെങ്കിൽ അത് തിരുത്തുവാനും നിങ്ങൾ എന്ത് ചെയ്യണം?
നിങ്ങളും സന്നദ്ധരാകണം. ആമേൻ. എന്തിനാണെന്നറിയോ? ഞാൻ എപ്പോഴും പറയും, കർത്താവ് എനിക്ക് വളരണം, കർത്താവിൽ എനിക്ക് വളരണം, യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യത്തിലും സമാധാനത്തിലും എനിക്ക് വളരണം. അതിന് നിങ്ങൾ എന്തിനാണെന്നറിയാവോ? നിങ്ങളെ പകയ്ക്കുന്നവരെ അനുഗ്രഹിക്കണം. ഞാൻ എളുപ്പമാർഗം പറഞ്ഞു തരുക, ബ്രദറെ. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം വേണമെന്ന് ഇന്ന് നിങ്ങൾക്ക് എതിർക്കുന്നവനെ അനുഗ്രഹിച്ചാൽ നിങ്ങളുടെ സകല വിഷയങ്ങളും തമ്പുരാൻ അത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോവുക. ഓ യേശുവേ, ദൈവം അത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ ദൈവം അത്ഭുതമാക്കി മാറ്റാൻ വേണ്ടി പോവുക. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരു വലിയൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോകും. 1961 ജനിച്ചൊരു വ്യക്തി ഈ സെബാസ്റ്റ്യൻ്റെ ഭവനത്തിലുണ്ട്. ഇന്ന് ആ കുടുംബം എന്നെ കേട്ടു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും അറിയാതെ ചില കയ്പുകൾ കടന്നുകൂടി കുടുംബത്തിൻ്റെ അകത്ത് നിങ്ങളെ വലിയൊരു കുരുക്കിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള ചില വിഷയങ്ങളെ കർത്താവിന് തൊടാൻ വേണ്ടി പോവാണ്. ഇന്ന് സെബാസ്റ്റ്യൻ്റെ ഭവനം, പ്രത്യേകിച്ച് 1961 ജനിച്ച ഒരു വ്യക്തിയോ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് സ്വീകരിച്ചു. നിങ്ങളൊന്ന് പറയാം, എൻ്റെ ഹൃദയത്തിൽ അപ്പാ എന്നെ വേദനിപ്പിച്ചവരെയും എന്നെ മുറിവേൽപ്പിച്ചവരെയും ഒക്കെ ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുക. ദൈവം സമാധാനത്താൽ നിറയ്ക്കാൻ വേണ്ടി പോകുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒന്ന് ബ്ലെസ് ചെയ്ത്, ഇന്ന് ആരാണോ ലൈവിൽ കേൾക്കുന്നത്, സൂമിൽ പങ്കുചേരുന്നത്, ഇന്ന് ആ വ്യക്തി ഒന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി അവിടെ സംഭവിക്കാൻ വേണ്ടി പോവുക. നന്ദി യേശുവേ. ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ മടി കാണിക്കേണ്ട കേട്ടോ. ഇന്ന് കുടുംബം ഒന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു പറഞ്ഞാൽ മാത്രം മതി. ദൈവത്തിൻ്റെ വലിയ സമാധാനം നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ, കാണാത്ത രീതിയിൽ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി. നന്ദി യേശു. വചനല്ലേ വായിക്കുന്നത്? നമ്മളെ സമാധാനത്തിന്റെ സുവിശേഷമാണേ പറയുന്നത്. സഹോദരങ്ങളെ, കലഹത്തിന്റെ ഒന്നും കയറിക്കോരില്ലേ. നന്ദി കർത്താവേ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് ഉപകാരം കിട്ടും? പാപികളും അങ്ങനെ തന്നെയല്ലേ ചെയ്തത്. ഇപ്പൊ ശ്രദ്ധിച്ചോണേ, നിങ്ങൾ കർത്താവിന്റെ വചനം, ഈ കുടുംബത്തിന്റെ അകത്ത് പലപ്പോഴും ഞാൻ കണ്ടുകൊണ്ട് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹങ്ങൾ കൊണ്ടുവരും. കോപം, ഞാൻ പറഞ്ഞില്ലേ, പ്രശ്നങ്ങൾ. നമ്മൾ കുടുംബജീവിതമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില രീതിയിലൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണേ, സൂര്യൻ അസ്തമിക്കുവോളം ഒന്നും മനസ്സിൽ വെക്കരുത്. ദേഷ്യം ഉണ്ടെങ്കിലും ഏറ്റു പറഞ്ഞോണം. ചിലപ്പം നിങ്ങൾ പൊട്ടന്മാരെന്ന് അവർ പറഞ്ഞേക്കാം, നീ എന്തൊരു വിഡ്ഢിയാന്ന് പറഞ്ഞേക്കാം. സാരമില്ല, നിങ്ങളെ ദൈവം സാക്ഷ്യമാക്കിയിരിക്കും. കയ്പ് വെച്ചോണ്ടിരിക്കരുത്. ഒരു മനുഷ്യനെയും വേർതിരിച്ച് കാണരുത്. ഞാൻ പറഞ്ഞിട്ടില്ല, വിശ്വാസത്തിലേക്ക് വന്നപ്പോഴും നമുക്ക് മതമില്ല, ജാതിയില്ല, യേശുവിൽ ഒന്നാം, ക്രിസ്തുവിൽ നമ്മൾ ഒന്നാം. ഒരു വ്യത്യാസവും അവിടെ ഇല്ല. പൗലോസ് പറഞ്ഞു, യഹൂദനെന്നോ യവനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ യാതൊന്നും നിറത്തിൽ പോലും വ്യത്യാസമില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണേ, എനിക്ക് അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇതൊരു തടസ്സമാണ്. എനിക്ക് അനുഗ്രഹത്തിലേക്കല്ല, ഫലം കായ്ക്കുവാൻ. രണ്ടും രണ്ടാ. ഞാൻ പിന്നീടത് പറയാം. അനുഗ്രഹമുണ്ട്, ഫലവും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇത് രണ്ടും രണ്ടാ. ഇതിലേക്ക് എന്നെ നടത്താതിരിപ്പാൻ തക്കവണ്ണം ഒന്നിനും കഴിയത്തില്ല. ഓ യേശുവേ, ഞാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്ന ഒരു സിന്ധു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഈ സിന്ധുവുമായിട്ട് ബന്ധപ്പെട്ട് ബേബി എന്ന് പറയുന്ന ഒരു പേരും കൂടെ കാണിക്കും. ശ്രദ്ധിച്ചോണേ, സിന്ധുവുമായിട്ട് ബന്ധപ്പെട്ട് ബേബി എന്ന് പറയുന്ന ഒരു പേരും കൂടെ കർത്താവ് കാണിക്കുന്നുണ്ട്. ഈ രണ്ട് പേരുമായിട്ട് ബന്ധപ്പെട്ട കുടുംബം ആരാണോ കേൾക്കുന്നത്, ഇന്നിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ വലിയൊരു കൃപ ഇന്ന് അവിടെ ചലിക്കുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. പറഞ്ഞു സിസ്റ്ററെ. എന്റെ അമ്മയുടെ പേരാ സിന്ധുന്ന്, എന്റെ വല്യപ്പന്റെ പേരാ ബേബിന്ന്. ഈ കുടുംബത്തിന്റെ കാര്യമാണ് സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവ് ഇന്ന് കുടുംബത്തിന്റെ അകത്ത് ഒരു വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ജോലി സ്ഥലത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച, റോബർട്ട് എന്ന് പറയുന്ന ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ വ്യക്തിയെ കാണുവാണ്. ആ വ്യക്തിയെ കർത്താവിനെ എടുത്തു കാണിച്ചു. ആരുടെയോ ഒരു ജോലി സ്ഥലമാണ് ഞാൻ കാണുന്നത്. ജോലി സ്ഥലത്ത് ഈ റോബോട്ട് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കർത്താവ് എന്നെ കാണിച്ചു. അത് കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണത്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയെ ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറയുന്നു. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്,
സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, അനാവശ്യമായിട്ട് ആരും മ്യൂട്ട് മാറ്റല്ലേ. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ദൈവം നിങ്ങളെ ആ വ്യക്തിക്കൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വലിയൊരു സാക്ഷ്യമായി പ്രിയമക്കളെ കർത്താവ് ഉപയോഗിക്കുന്നല്ലോ. അതോടൊപ്പം തന്നെ കെനഡി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. കെനഡി എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ദൈവം ആ കുടുംബത്തിൻ്റെ മേൽ വലിയൊരു സ്വസ്ഥത വരുത്താൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ സ്വീകരിച്ചോണേ. കെനഡി എന്ന് പറയുന്ന ആളുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ഞാൻ കാണുന്നത്. അതൊരു സാക്ഷ്യമായി കരത്തിലേക്ക് വരുമെന്ന് ഒരു വാക്ക് കർത്താവ് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അനുഭവിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ വലിയ മഹത്വം എന്നവിടെ വെളിപ്പെടുന്നല്ലോ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം ആ രോഗമുള്ള ഭാഗത്തോട്ടൊന്ന് കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്, യേശു കർത്താവേ, അങ്ങയുടെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് അത്ഭുതം വന്നിരിക്കുന്നു. ഞാൻ ഈ നിമിഷം തന്നെ അത് സ്വീകരിക്കുന്നു. കർത്താവായ യേശു എൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാ. കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നന്ദി കർത്താവ്. എന്നുള്ളത് കർത്താവ് ശോഭ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ നിമിത്തം കുറേ കാലങ്ങളായിട്ട് കുടുക്കി കിടങ്ങുക, ഒരു കുരുക്കിൻ്റെ അകത്ത് കിടക്കുക. ശോഭയെന്നാണ് ഞാൻ കാണിക്കുന്നത്. ശോഭയുടെ ഭവനത്തിൽ ശോഭയുടെ തലമുറയുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവാന്ന് പറയുന്നത് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത്. ആരാണോ പ്രത്യേകിച്ച് ആ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ഇന്ന് നശിച്ചു പോകുവാൻ പിശാചിട്ട പ്ലാനുകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകുന്നു. ദൈവത്താൽ ഒരു സാക്ഷ്യമായി കർത്താവ് അത് മാറ്റാൻ വേണ്ടി പോകും. നന്ദി യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നപ്പ. പറയാൻ ബ്രദറെ, എന്റെ വീടാണ്, എന്റെ ഭാര്യയുടെ പേരാണ് ശോഭ. എന്റെ മകളുടെ കുറച്ച് ഗോൾഡ് എടുത്ത ഒരു പാർട്ടിക്ക് നമ്മളിത് കൊടുത്തിട്ടുണ്ട്. അതിപ്പോ ഉടനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അത് ഏറ്റെടുക്കുന്നു. ഈ കാര്യം വല്ലതും ബ്രദർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല. വൈഫിന്റെ പേര് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. അത് യേശുവിനെ നാഥ സ്വീകരിച്ചു. ആ നന്മ നഷ്ടപ്പെട്ടു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ വലിയ കൃപയാൽ ദൈവം എന്ന് കർത്താവ് സഹായിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവെ, അങ്ങ് കൃപയാൽ സഹായിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സകല പ്രതിസന്ധിയിൽ നിന്നും സ്വർഗം ഞങ്ങളെ വിടുവിക്കുന്നല്ലോ. സകല കാര്യത്തിൽ നിന്നും ദൈവം ഞങ്ങളെ അത്ഭുതമാക്കി മാറ്റുന്നല്ലോ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ, നന്ദി കർത്താവേ. കൃപ പകരുന്നല്ലോ കർത്താവേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവേ, ഇന്ന് ഓരോ വ്യക്തികളുടെ മേൽ അങ്ങയുടെ സ്പർശനത്തെ അങ്ങ് ചെയ്യുന്നല്ലോ. ഇന്ന് കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നില്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഞാൻ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ ഒരു കാനറ ബാങ്കിൻ്റെ ഒരു പാസ്ബുക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ബാഗ് കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ ബാഗ് ഇരിക്കുന്ന വ്യക്തിയെ കർത്താവ് എന്നെ കുറേ നേരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. ആ വ്യക്തി അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമ്മൾ ഈ ചെറിയ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയൊക്കെ സ്നാക്സ് എടുക്കുമ്പോൾ ചെറിയൊരു ബോക്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ എന്തോ ഒരു ബോക്സും കൂടെ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഈ ചെറിയ സ്നാക്സ് പോലത്തെ എന്തോ ഒരു സംഭവം അതിൻ്റെ അകത്ത് ബോക്സ് പോലെ കിടപ്പുണ്ട്. ആ വ്യക്തിയെ കർത്താവ് ഒരു അടയാളമായിട്ട് കാണിക്കുകയാണ്. ആ ഒരു ബാങ്കിൻ്റെ സാമ്പത്തികമായ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ വല്ലാത്തൊരു വിഷമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്തൊരു വിഷമത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. ആ പാസ്ബുക്ക് ഇപ്പോൾ ബാഗിൽ കിടപ്പുണ്ട്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. നിങ്ങളുടെ ദുഃഖങ്ങളെ അറിയുന്നൊരു കർത്താവുണ്ട്, നമ്മുടെ വിഷമങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. ദൈവ ആ വിഷയത്തിൻ്റെ മേൽ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ആമേൻ പറഞ്ഞ് അത്ഭുതത്തെ സ്വീകരിച്ചോണേ.
ഇന്ന് ലൈവിലോ സൂമിലോ കേൾക്കുന്ന വ്യക്തിയെ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ച് ഒന്ന് പോയി ഒന്ന് വേണമെന്ന് ചെക്ക് ചെയ്തിട്ട് കരം വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് നിങ്ങളെ കുരുക്കുകളെ മാറ്റി നന്മ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി പോകും. ദിവ്യ സമാധാനത്താൽ കുടുംബത്തിൻ്റെ മേൽ ദൈവം നിറയ്ക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കർത്താവ് അനുഗ്രഹിക്കുന്നപ്പോൾ അവർ ആകുലതകളെ സ്വർഗം അറിയുന്നല്ലോ, അവർ ദുഃഖങ്ങളെ ദൈവം അറിയുന്നല്ലോ, അവരുടെ പ്രയാസങ്ങളെ ദൈവം അറിയുന്നല്ലോ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പോൾ കർത്താവെ അങ്ങ് സഹായിക്കുന്നല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുന്ന അങ്ങയുടെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പ. നന്ദി യേശുവേ, നന്ദി കർത്താവെ. കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അഭിഷേകങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ ശക്തനാണ്. നമ്മൾ തകരുന്നതോ നമ്മൾ നിരാശപ്പെടുന്നതോ ദൈവത്തിന് ഇഷ്ടമല്ല. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുന്നല്ലോ, അങ്ങ് സഹായിക്കുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ. ഈ 2018 ഞാൻ ആ വാഹനം എൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. 2018 വാങ്ങിച്ച ഈ സ്കൂട്ടർ പോലത്തെ ഈ ആക്റ്റീവ അതുപോലിരിക്കുന്ന ഒരു വണ്ടിയാണ് ഞാൻ കാണുന്നത്. ആക്റ്റീവയാണ് അതുപോലിരിക്കുന്ന വണ്ടിയാണ് കാണുന്നത്. അങ്ങനത്തെ ഒരു ഷേപ്പുള്ള 2018 ആ ഭവനത്തിൽ ഞാൻ കാണുവാണ് ആ കാഴ്ച. ആ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഴ്ച സംഭവിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ പലതവണ നിങ്ങൾ ആ വാഹനത്തെ ഓടിക്കുന്ന സമയത്ത് ശരീരം ഇങ്ങനെ തളരുന്നത് പോലെ ചില അനുഭവങ്ങൾ, ശരീരം ഇങ്ങനെ ഒരു വശം നമുക്ക് പെട്ടെന്ന് എന്തോ ഒരു അസ്വസ്ഥത പോലെയൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. 2 പ്രാവശ്യം നിങ്ങൾ അപകടത്തിൽ പെടേണ്ടതാണ്. ഒരു തവണ വണ്ടി മറിഞ്ഞതാണ്. ഞാൻ ആ വ്യക്തിയോട് കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്നു, ഈ നിമിഷം ഇന്ന് നശിക്കത്തില്ല. എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ഭയം കയറി വരുന്നു. ആ ഭയ ചിന്തയെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ സമാധാനമുള്ളതാക്കി മാറ്റാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, ഞങ്ങളിത് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുമ്പോൾ നശിച്ചു പോകാനല്ല, ഒരു ദുഃഖവാർത്ത കേൾക്കാനല്ല, ദൈവത്തിന്റെ പറഞ്ഞു പറയാൻ വേണ്ടിയാണോ വീണ്ടും? അതെ, എന്റെ പേര് മേഴ്സി ബേബി. ഹസ്ബൻഡിന് ഷുഗറിന്റെ അസുഖം ഉള്ളതുകൊണ്ട് ഈ പ്രശ്നം സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഞാൻ അതിൽ ഭാരത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ദൂത് കിട്ടിയതിന് 1000 നന്ദി പറയുന്നു. വിശ്വാസത്തിൽ വളരുവാൻ ഈ പ്രവചനം എനിക്ക് അനുഗ്രഹമാകും, കേൾക്കുന്നവർക്കും അനുഗ്രഹമാകും. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഞാൻ ആ വാഹനം എപ്പോഴും കാണുവാണേ. ആ ഹസ്ബൻഡെ ബ്ലസ് ചെയ്തിട്ട് ദുഷ്ടന്റെ ആശ തകരുക എന്നുള്ളതാണ്. പക്ഷേ ദൈവം സമാധാനത്താൽ നിറയ്ക്കും കേട്ടോ, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ. എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ എത്ര പേര് പോയി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ ഒന്ന് അനുഗ്രഹിച്ചു. നിങ്ങൾ കർത്താവിന് നിങ്ങളായിരിക്കുന്ന ആ ഒരു പട്ടണത്തിൽ, ആ ഒരു രാജ്യത്ത്, ദേശത്ത്, നിങ്ങളുടെ അയൽവക്കത്തേക്ക് ഒന്ന് അനുഗ്രഹിച്ചു. ദൈവം അവിടെ എല്ലാം നിങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി അയക്കും. അവിടെ എല്ലാം ദൈവം നിങ്ങളെ അനുഗ്രഹമാക്കി മാറ്റും. ഒന്ന് അനുഗ്രഹിച്ച് നിങ്ങളുടെ അയൽവക്കത്തേക്ക് ഒന്ന് അനുഗ്രഹിച്ച് അവർ പറയും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ ദൈവം നിങ്ങളെ ആക്കാൻ വേണ്ടി പോവാം. മറക്കരുതേ, നിങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് ഇന്ന് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണമെന്നാണല്ലോ വചനം പറയുന്നത്. ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ ദിവ്യ സ്വഭാവത്തിന് അവർ കൂട്ടാളികളാകട്ടെ. ഓ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നൊരു ക്ലാര എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പലപ്പോഴും ഈ ക്ലാരയുടെ ഭവനത്തിൽ പോകുന്നതാണ്. ക്ലാരയുടെ ഭവനത്തിൽ നിങ്ങൾ പലവട്ടം പോകുന്നതാണ്. ഞാൻ കാണുന്നത് ക്ലാരയ്ക്കൊരു മൂത്ത ആൺ തലമുറയുള്ളൊരു ഭവനമാണ് കർത്താവ് എന്നെ കാണുന്നത്. ക്ലാരയുടെ ഭവനത്തെ ദൈവം, നിങ്ങൾ പലതവണ പല കാര്യത്തിന് വേണ്ടി അവിടെ പോകുന്നതെങ്കിലും എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയും നിങ്ങൾ ആ ക്ലാരയുടെ ഭവനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ആ വ്യക്തി ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ച് ആ മൂത്ത തലമുറയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്. ഞാൻ അവരുടെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ആ വ്യക്തിയെ കാണാൻ കഴിയുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ച് ആ വ്യക്തിയെ ദൈവം തൊടാൻ വേണ്ടി പോകുന്നു. ക്ലാരയുമായിട്ട് ബന്ധപ്പെട്ട ആൺ തലമുറ മൂത്തതുള്ള ആ ഭവനത്തിൽ മിക്കപ്പോഴും പോകുന്ന വ്യക്തി. ഓ യേശുവേ,
ഇന്ന് ആ കുടുംബത്തെ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചോണേ. കർത്താവ് നിങ്ങളിലൂടെ ആ കുടുംബത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ, കൃപ പെരുകുന്നല്ലോ. ഈ ദിവസങ്ങളിൽ അവർ ചൊല്ലുമ്പോൾ കർത്താവേ, ഈ ഒരു ആലോചനയ്ക്കകത്ത് നിന്നുകൊണ്ട് പോകുവാൻ സ്വർഗം അവരെ സഹായിക്കുന്നല്ലോ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് അവരെ വിടുവിക്കുന്നല്ലോ. ദൈവം അവരെ സാക്ഷ്യമാക്കുന്നല്ലോ. അവർ പോകുന്നിടത്തൊക്കെയും ദൈവാനുഗ്രഹമുള്ളവരായി തീരട്ടെ. നന്ദി പിതാവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഈ നിമിഷം തന്നെ രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ കൈയെടുത്ത് വെച്ച് ഇന്ന് നമ്മുടെ അത്ഭുതമാണ് കൈവച്ച് എന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു, യേശു ക്രിസ്തു എൻ്റെ രോഗം, ആ രോഗം ഏതാണോ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് രോഗമാണ്, നിങ്ങൾ ക്യാൻസർ അനുഭവിക്കുന്നതെങ്കിൽ പറ, യേശു ക്രിസ്തു എൻ്റെ ക്യാൻസർ വഹിച്ചു. രോഗമില്ലാത്തവർ പറയരുത്. ഇന്ന് എവിടെയെങ്കിലുമൊക്കെ വേദന ഉള്ളവർ, പ്രഷറോ ഷുഗറോ ബ്ലഡിലോ കാലിലോ ഞരമ്പിലോ ഏതാണോ നിങ്ങൾക്ക് രോഗമുള്ളത്, ആ രോഗം അങ്ങനെ പറ, എൻ്റെ ഈ രോഗം ഉദാഹരണമായിട്ട് എൻ്റെ മുട്ടിൻ്റെ വേദന യേശു ക്രൂശിൽ വഹിച്ചതാ, എൻ്റെ ഷുഗർ യേശു ക്രൂശിൽ വഹിച്ചത്. അങ്ങനെ ആ രോഗത്തിൻ്റെ പേരെന്ന് പറഞ്ഞു എന്നിട്ട് പറ, യേശു ക്രൂശിൽ അനുഭവിച്ചതാ. കർത്താവ് ഞാൻ സൗഖ്യമാകാൻ വേണ്ടിയുള്ള വിലയാണ് മുറിവേറ്റിരിക്കുന്നത്. ആ മുറിവിനാൽ എനിക്കിപ്പോൾ അത്ഭുത സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. പറഞ്ഞ് അസാധാരണമായ വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്ന ശരീരത്തിൽ നിന്ന് പലതവണ ഈ ബ്ലഡ് വരുന്ന ചില ബുദ്ധിമുട്ടുകൾ, ബ്ലഡ് പലപ്പോഴും വരുന്ന വ്യക്തികൾ, ഇപ്പോൾ അത് ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആന്തരിക അവയവങ്ങൾക്ക് എവിടെയാണോ കേടുപാടുകൾ നിൽക്കുന്നത്, ഇപ്പോൾ അതിനെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നപ്പ. കർത്താവിൻ്റെ അത്ഭുതം നിങ്ങളുടെ മേൽ വ്യാപരിക്കുക കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതുപോലെ തന്നെ മനസ്സ് തകർന്നവർക്ക് വേണ്ടിയും ഞാൻ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. എൻ്റെ യേശുവേ, അവരുടെ മനസ്സിൻ്റെ മുറിവുകൾ സൗഖ്യമാകട്ടെ. കർത്താവെ, ഫ്രീ ആകട്ടെ. അവർ ഭയങ്കര ഭാരത്തില്ല. വീടിൻ്റെ അകത്ത് കയറി വരുമ്പോൾ തന്നെ സമാധാനമില്ല, സ്വസ്ഥതയില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ മുറിവുകൾ ഉണങ്ങട്ടെ. ഭയങ്കര സന്തോഷം ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കുറേ കാലങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു പഴയ ഒരു കിണർ, ആ കിണറിൻ്റെ അരികത്ത് പോയി നിൽക്കുന്നത് പലവട്ടം സ്വപ്നം കണ്ട് ആ സ്ഥലവും ആ ഏരിയകളും പലതവണ സ്വപ്നത്തിലൂടെ വന്ന് ഇന്ന് പ്രിയ മകളെ അസ്വസ്ഥതപ്പെടുത്താൻ നോക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ സ്വപ്നത്തിലോട്ട് കർത്താവ് എന്നെ കൊണ്ടുപോകുക. നിങ്ങളുടെ സ്വപ്നം ഞാൻ കാണുക, ഇപ്പോൾ കർത്താവ് എന്നെ കാണിക്കുക. നിങ്ങൾക്കൊരു ഭയം ഉണ്ടായിരിക്കുന്നു, ആ ഭയത്തെ ഇപ്പോൾ പുറത്താക്കുന്ന ആ പഴയ കിണറും അതിന് ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങളെ പലതവണ കാണിക്കും. അത് കാണുമ്പോൾ ഒരു സന്തോഷം മനസ്സിൽ വരുമ്പോഴും പിന്നീട് ചില കാഴ്ചകൾ ഭയപ്പെടുത്തുന്ന രീതിയില്ല. ചില സമയങ്ങളിൽ ആ സ്വപ്നത്തിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ കഴിയാതെ വണ്ണം മനസ്സിൻ്റെ താളത്തെ തെറ്റിക്കുവാൻ നോക്കുന്ന സകല നുഖങ്ങളെയും ഞങ്ങൾ ഇപ്പോൾ ഒടിച്ചു കളയുന്നപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവ് തൊടുന്നല്ലോ അപ്പ. യേശുവേ, ഒരു പൗലോസ് എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ പൗലോസിന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തെ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയും, നെൽക്കതിരുകൾ നിൽക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. അതിൻ്റെ ഭാഗങ്ങളിൽ നെൽക്കതിരുകൾ പണ്ട് കൊണ്ടുവന്ന് അതായത് നെല്ല് കൊണ്ടുവന്ന് നിങ്ങളുടെ സ്വന്തം നിലത്തിൽ നിന്നും നെല്ലുകൾ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്ന ഒരു ഭവനമായിരുന്നു നിങ്ങളുടെ ഭവനം. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പം അതിൻ്റെ അകത്ത് വലിയ പ്രശ്നങ്ങളാണ്, സ്ഥലത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങളാണ്. എന്നാൽ അതിൻ്റെ മേൽ വലിയ പ്രവൃത്തികളെ ദൈവം ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു സൗഖ്യം അനുഭവിക്കുന്നവർ പറഞ്ഞ് യേശുവിൻ്റെ അടിപ്പിണരുകൾ. ഞാൻ എല്ലാ ദിവസവും ഇത് ചോദിക്കും, എൻ്റെ ഡ്യൂട്ടി ഇതാണ്, എൻ്റെ ചുമതല ഇതാണ്. നിങ്ങളെ അത് പരിചയപ്പെടുത്തുക. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് ശരീരം രോഗവിമുക്തമായി ആരോഗ്യത്തോടെ, ബൈബിൾ പറഞ്ഞ് യിരെമ്യാവിൽ പറയുന്നു, ഞാൻ നിങ്ങളുടെ രോഗങ്ങളെയൊക്കെയും സൗഖ്യം വരുത്തും, രോഗക്കിടക്കയൊക്കെ മാറ്റിപിരിക്കുമെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നു. കർത്താവ് ഇന്ന് അവരുടെ രോഗങ്ങൾ വിട്ടുമാറട്ടെ, ശരീരത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഓ ജീസസ്, ഓ ജീസസ്. 1986 ജനിച്ച രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? 1986 രാജേഷ് എന്ന് പറയുന്ന ആ വർഷം ജനിച്ച രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് എന്നെ ഇപ്പോൾ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ വേഗത്തിൽ സൂമിലോ ലൈവിലോ ആ വ്യക്തിക്ക് വേണ്ടി കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ എന്ന് ഒന്ന് ഏറ്റെടുത്തോണേ. കർത്താവ് എന്ന ആ വ്യക്തിയെ തൊടാൻ വേണ്ടി പോകുന്നു. കർത്താവിൻ്റെ ഉള്ളത്തിൽ പറയുന്നു, നശിക്കത്തില്ല, ദൈവത്താൽ ഇന്നൊരു സാക്ഷ്യമായി തീരാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
കർത്താവെ, കുടുംബത്തിന്റെ മേൽ ദിവ്യ സമാധാനം വ്യാപരിക്കട്ടെ, ദിവ്യ സമാധാനം നിറയട്ടെ. കർത്താവിന്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. തകർച്ചകൾ വിട്ടുമാറട്ടെ, നിരാശകൾ വിട്ടുമാറട്ടെ, നിന്ദകൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രിയമക്കൾ കടന്നു പോകുന്ന എല്ലാ സാമ്പത്തിക ഞെരുക്കങ്ങളും നന്മയുണ്ടാകട്ടെ. മിറക്കിൾ മണി തുറക്കട്ടെ, അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു വരട്ടെ. നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നപ്പ. ഈ നിമിഷം തന്നെ രോഗബന്ധനങ്ങൾ, രോഗശക്തികൾ, രോഗത്തിന്റെ ദുരാത്മാക്കൾ ഇപ്പോൾ തന്നെ ശരീരം വിട്ടു മാറുവാൻ കൽപ്പിക്കുന്നു. പറ, ഉറക്കെ പറ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. പറ, യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ട്. സൗഖ്യം നമ്മുടെ അവകാശമാണ്. ജീവിതകാലം മുഴുവൻ രോഗിയായിരിക്കുന്നത് ദൈവത്തിന്റെ പ്ലാൻ അല്ല പ്രിയർ. നിങ്ങൾ തീരുമാനിക്കുക, എനിക്ക് വേണ്ട. യേശുവിന്റെ പ്ലാനാണ് നടക്കാൻ പോകുന്നത്. ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കും. എല്ലാവരും പറയുന്ന വയസ്സായി, ഓർമ്മ നഷ്ടപ്പെട്ട്, ആരോഗ്യം നഷ്ടപ്പെട്ട് കിടന്ന കിടപ്പ് ഇല്ല. പറയണം, ഞാൻ ഇസ്ഹാക്കിനെ പോലെ ആയിത്തീരും, ഞാൻ അബ്രഹാമിനെ പോലെ ആയിത്തീരും. എന്തുകൊണ്ടെന്നാൽ അവരുടെ മരണങ്ങളൊക്കെയും വളരെ വളരെ സമാധാനമുള്ള മരണമായിരുന്നു. നമ്മളെപ്പോലെ, നമ്മൾ ലോകത്തിൽ കാണുന്ന പോലെയുള്ള മരണമല്ലായിരുന്നു. അതെൻ്റെ മക്കളെ അനുഗ്രഹിച്ചതിന് ശേഷം ആ കിടക്കമേൽ കിടന്ന് മരിക്കുന്ന സുഖമരണത്തിലേക്ക് പോയതുപോലെ നമ്മൾ അങ്ങനെയൊക്കെ മരിക്കത്തുള്ളൂ. പറഞ്ഞോണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ദിവ്യ ആരോഗ്യത്തിന് നന്ദിയപ്പ. ഈ ദിവസങ്ങളിൽ നന്മ തുറക്കട്ടെ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ സജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ കാണിക്കുക. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ചില കൊടുക്കൽ വാങ്ങലുകളുടെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യുവാൻ വേണ്ടി പോകുന്നു. കുടുംബമായിട്ട് കർത്താവ് ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഈ സമയം പ്രാർത്ഥിക്കാം. ഇന്ന് ഈ സമയത്ത് ശരീരത്തിൽ സൗഖ്യം അനുഭവിക്കുന്നവർ, രോഗത്തിൽ നിന്നും മോചനം അനുഭവിക്കുവാൻ പാകത്തിൽ പൂർണ്ണ സൗഖ്യം എനിക്ക് അനുഭവിക്കുവാൻ പറ്റുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? പൂർണ്ണമായും ഇന്ന് സൂമിലുണ്ടെങ്കിൽ, ലൈവിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സൗഖ്യം നടന്നതിൽ നിങ്ങൾക്കത് പൂർണ്ണ സൗഖ്യം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് പറ്റുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കാം. അതിന് മുമ്പായിട്ട്, സാക്ഷ്യങ്ങൾക്ക് മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ പറയണം, ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വായ്പ മേടിക്കത്തില്ല. എൻ്റെ കൂടെ പറഞ്ഞാൽ വായ്പ മേടിക്കത്തില്ല, വാരി വിതറി. ഇതൊക്കെ ദൈവത്തിന്റെ അത്ഭുതമാണ്. ഞാൻ വാരി വിതറി കൊടുക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ഞാൻ വിതയ്ക്കുന്നത് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടും. ഈ സുവിശേഷം അനേകരിൽ എത്തണം, അതിനാണ്ട് ഞാൻ വിതയ്ക്കുന്നു. ഞാൻ വിതയ്ക്കുന്നത് കൊയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സാക്ഷ്യത്തിന്റെ സമയമാണ്. ഈ സമയം ശ്രദ്ധിച്ചോണേ. 27-ാം തീയതി സെപ്റ്റംബർ ഈസ്റ്റ് ഹാമിൽ, UK ഈസ്റ്റ് ഹാമിൽ പ്രാർത്ഥന നടക്കുന്നു. 2 മണി മുതൽ 5 വൈകുന്നേരം, ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 മണി മുതലാണ് പ്രാർത്ഥന നടക്കുന്നത്. നിങ്ങൾ UK ആരെങ്കിലും, പ്രത്യേകിച്ച് ഈസ്റ്റ് ഹാമിൻ്റെ അടുത്ത് 1 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് വരാൻ പറ്റുന്നവരൊക്കെ വരിക, അതിൽ സംബന്ധിക്കുക. ഞാൻ വിശ്വസിച്ച് ദൈവം പ്രത്യേക ഒരു അഭിഷേകം അവിടെ പകരും. കാരണം വെച്ചാൽ ആ പട്ടണത്തിൻ്റെ അകത്തൊരു ചലനത്തിന് വേണ്ടിയാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദൈവം നമ്മൾ ഒരു പട്ടണത്തിൽ ചലനത്തിന് വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രത്യേക ഒരു അഭിഷേകം അവിടെ ദൈവം പകരുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന. അസാധാരണമായി കർത്താവിൻ്റെ നാമത്തെ നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളോ നിങ്ങളുടെ തലമുറകളൊക്കെ ആ ഭാഗങ്ങളിലുള്ളവരാണെങ്കിൽ അവരെ പറഞ്ഞുവിടുക, മുന്തിത്തള്ളിയാണെങ്കിലും പറഞ്ഞുവിടുക. ദൈവം അവരെ തൊടും. ഗോഡ് ബ്ലെസ് യു. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ, പ്രാർത്ഥനാ വിഷയമല്ലേ, നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ ഈ കാണുന്ന താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഉൾപ്പെടെ 4 നമ്പറിലേക്ക് നമുക്ക് അയക്കുക. ദൈവം അത്ഭുതങ്ങളാൽ നടക്കട്ടെ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ശനിയാഴ്ച രഞ്ജിനി എന്ന വ്യക്തിയെ ദൈവം തൊടുന്നു പറഞ്ഞു. നവംബർ 25 ഡേറ്റും പറഞ്ഞു. നവംബർ 25 ഞങ്ങളുടെ വെഡിങ് ഡേ ആണ്. എന്റെ മകളുടെ പേരാണ് ശിവരഞ്ജിനി എന്ന പേര്. രഞ്ജിനി അവളെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ദൂത് ഏറ്റെടുത്ത് ദൈവം അവിടെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. സുമ എന്നൊരു വ്യക്തിയായിരുന്നു. സുമയ്ക്ക് ഞാൻ കൊടുത്ത പൈസ ബ്രദർ പറഞ്ഞു അത് തിരിച്ചു കിട്ടും. അത് പേര് പറഞ്ഞത് ബ്രദർ പ്രാർത്ഥിച്ചു. അപ്പൊ എനിക്ക് ആ പൈസ ബ്രദർ പറഞ്ഞു 2 ആഴ്ചയുടെ എനിക്ക് ആ പൈസ അവര് 5 വർഷം മുന്നേ മേടിച്ചതാണ്. അപ്പൊ അതെനിക്ക് കിട്ടി. 50,000 കിട്ടി എനിക്ക്.
ഓ, അത് വലിയൊരു സാക്ഷ്യം കേട്ടോ. നിങ്ങൾ കേട്ടെ, ആ സുമ എന്നുള്ള പേര് വെളിപ്പെട്ടായിരുന്നോ പ്രാർത്ഥനയില്? അപ്പൊ അവര് കമ്മല് കിട്ടിയിട്ടില്ല, കമ്മല് അടുത്ത മാസം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാലും പൈസ വലിയ അത്ഭുതമാണ്. 5 വർഷമായിട്ട് കിട്ടാത്ത പൈസ പരിശുദ്ധാത്മാവ് ആ സുമയെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം തൊടുന്നു. ആ വിഷയം സാമ്പത്തിക വിഷയം അല്ലേ, അതുമായിട്ട് അതെ ബന്ധപ്പെട്ട് 2 ആഴ്ചക്കുള്ളിൽ അല്ലേ ഒരു അത്ഭവം നടക്കുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. അത് ഓ, അതുപോലെ തന്നെ ഞാനത് കുറച്ച് ദിവസം സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റുണ്ടായില്ല. ഉം. അപ്പൊ അങ്ങനെ സ്തോത്രം ഓ, ഇത് വലിയൊരു സ്തോത്രം. സാക്ഷി നിങ്ങൾ കേട്ടല്ലോ. അതൊരു പ്രൊഫറ്റിക്കൽ ഡെലിവറൻസ് ആണ് സംഭവിച്ചത്. അതായത് ദൈവം പ്രവചനത്തിലൂടെ അത്ഭുതത്തെ ചെയ്തു. 5 വർഷമായിട്ട് കിട്ടാത്ത പൈസയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷെ ആ ദൈവം ഈ കാര്യം വല്ലോ സിസ്റ്റർ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സുമ പൈസ മേടിച്ച കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആരോടെങ്കിലും ബ്രദറെ. പ്രയർ റിക്വസ്റ്റ് ഇല്ല വല്ല ഇല്ല അയച്ചിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇല്ല 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 ആരോടും ഒന്നുമില്ല. പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇല്ല. പറഞ്ഞത്, ശ്രദ്ധിച്ചോണേ. നമ്മൾ ഈ കൃപാവരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും, നിങ്ങൾ എല്ലാവരും അങ്ങനെ ഉപയോഗിക്കപ്പെടും. ശ്രദ്ധിച്ചോണേ. ദൈവാത്മാവ് എന്ത് ചെയ്തു? ആ കൊടുത്ത വ്യക്തികളുടെ പേര് വെളിപ്പെട്ടു, അതിന്റെ കാര്യങ്ങളെ വെളിപ്പെടുത്തി. ആ തരാൻ മടിച്ചു നിന്ന വ്യക്തിയുടെ ഹൃദയത്തെ തൊട്ടു. അത് കിട്ടി, 50,000 രൂപ അല്ലേ? കിട്ടി ആമേ. കിട്ടി. ഇനി ഒരു ഓ, പവന്റെ സ്വർണം കൂടി സ്വോത്രം. ഉണ്ട്. സ്വർണ്ണത്തിന് ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇപ്പൊ അടുത്ത മാസം തരാന്ന് പറഞ്ഞേക്കുന്നു. ഓ, അതും സ്വോത്രം. അപ്പൊ എനിക്ക് 5 വർഷമായിട്ട് മുടങ്ങി കിടന്നതാണ്. ദൈവം അവർ ഹൃദയത്തെ തൊട്ടു. 6-ാം വർഷത്തിലേക്ക് പോകുവാൻ ദൈവം സമ്മതിച്ചില്ല. നമ്മുടെ നന്മ എപ്പോഴും, നമ്മുടെ അധ്വാനം നമ്മൾ തന്നെ ഭക്ഷിക്കും. നമ്മൾ ഭാഗ്യവാൻ, നമുക്ക് നന്മ വരുമെന്ന്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് കൊടുത്ത വിടുതലൊക്കെ നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു പറഞ്ഞു സിസ്റ്ററെ. ഞാൻ കിടങ്ങൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എന്റെ പേര് ലീന പീറ്റർ എന്നാണ്. ബ്രദർ ഇപ്പൊ പറഞ്ഞു ഒരു ബാഗിനകത്ത് ടിഫിൻ ബോക്സ്, അതിന്റെ അകത്ത് കാനറ ബാങ്കിന്റെ പാസ്ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അത് എന്റെ ഉള്ളിലുള്ളതാണ് ബ്രദറെ. അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ബ്രദറെ. ഓ സിസ്റ്ററെ, ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടും അത് മാത്രമല്ല സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് ആ അക്കൗണ്ടിലേക്ക് ചില നന്മകൾ തമ്പുരാൻ വരുത്താൻ വേണ്ടി പോകട്ടോ. ഇത് വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്ററുടെ. ഈ ബാഗിന്റെ അകത്ത് ഇത് കിടക്കുന്നത് വല്ലതും ഞങ്ങൾ അറിയാൻ വല്ല സാധ്യത ഉണ്ടോ സിസ്റ്ററെ? ഇല്ല ബ്രദറെ, ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഞാനത് ആ ബാഗ് കാണുമ്പോൾ ഞാൻ കണ്ട കാഴ്ച, കാനറ ബാങ്കിന്റെ ഒരു പാസ്ബുക്ക്, ഇതുപോലെ ടിഫിൻ ബോ. അപ്പൊ ഞാൻ ഓർത്തത് ഇങ്ങനെ കിടക്കുന്നത് ആ വ്യക്തി, ഇത് രണ്ടും അതിനകത്തുണ്ടല്ലേ, ബാഗിലുണ്ട് അല്ലേ? ഓ, യേശുവിന്റെ നാമത്തിൽ എസ്ര സ്വീകരിച്ചോ. ദൈവം ഒരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകട്ടോ. നന്മയാക്കി ദൈവം മാറ്റും, അത്ഭുതമാക്കി ദൈവം മാറ്റും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടോ രോഗികളായി ഭാരപ്പെടുന്ന? കേട്ടെ, ഒരു നിമിഷം ഒന്ന് കേട്ടെ, ഒരു നിമിഷം കേട്ടെ. രോഗികളായി ഭാരപ്പെടും നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളൊരു ഇതിനെ തിരസ്കരിക്കരുത്, ലഘൂകരിക്കരുത്. രോഗികളോട് ഞാൻ പറയുന്നു, സൗഖ്യം നിങ്ങളുടെ അവകാശമാണ്. യേശു നമുക്ക് വേണ്ടി വില കൊടുത്തു പ്രിയരെ. ആ വില കൊടുത്തത് ഞാൻ പണ്ട് പറഞ്ഞല്ലോ, ഒരു ഹോട്ടലിൽ കയറി നമ്മൾ വിശന്നിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു ബിരിയാണി കഴിക്കാനോ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി, പക്ഷെ എൻ്റെ കാശില്ല. ഉടനെ ഒരാൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് കഴിക്കാനും വേണ്ടിയുള്ള വില ഒരാൾ കൊടുത്തു എന്ന് പറഞ്ഞു. നമ്മൾ ചാടി കയറി കഴിക്കുന്നത് പോലെ എൻ്റെ യേശു നിങ്ങൾ രോഗിയാകാതിരിപ്പാൻ, രോഗസൗഖ്യം വരാതിരിക്കുവാൻ, സൗഖ്യം കിട്ടുവാൻ വേണ്ടി യേശു വില കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് രോഗികൾ എന്നാ രോഗമാണെങ്കിലും, എന്നാ മാരക രോഗമാണെങ്കിലും, എത്ര വലിയ മെഡിക്കൽ സയൻസ് പറയണം, എൻ്റെ യേശു വില കൊടുത്തതാ. ഞാൻ യേശുവിൻ്റെ തിരുമുറിവിനാൽ എൻ്റെ എല്ലാ രോഗങ്ങളും സൗഖ്യമായിരിക്കുന്നു. ആരോഗ്യത്തോടെ ഞാൻ ജീവിക്കും, ഡിവൈൻ ഹെൽത്തിൽ ഞാൻ ജീവിക്കുന്നു പറയണം. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു. ബ്രദറെ സ്തോത്രം. പറഞ്ഞു സിസ്റ്റർ. ബ്രദർ ഒരു വത്സയുടെ കാര്യം പറഞ്ഞിരുന്നു. ഞാൻ വത്സയാണ്. ഞാൻ ഒത്തിരി ആത്മഭാരത്തോടെ ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രദർ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി വേദനകൾ ഞാൻ അനുഭവിച്ചു ചില വ്യക്തികളിൽ നിന്ന്. അതിന്റെ ഞാൻ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ബ്രദർ ഇങ്ങനെ പറയുന്നത് കേട്ടത്. ഓ സിസ്റ്ററെ, ഇന്ന് അവരെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചോണേ. അവരെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചോണം. ദൈവം ഇന്ന് എവിടെയാണോ, ആരൊക്കെയാണോ വേദനിപ്പിച്ച്, ഏതൊക്കെ കുടുംബക്കാരാണോ, അവരെല്ലാം നടുവിൽ ദൈവം നിങ്ങളെ മാനിക്കും കേട്ടോ. അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എന്നെ വിഷമിച്ചവരെയും, എന്നെ വേദനിപ്പിച്ചവരെയും, എന്നെ മുറിവേൽപ്പിച്ചവരെയൊക്കെ ഞാൻ അനുഗ്രഹിക്കുന്നു പറയണം. വലിയ സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോകട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ബ്രദറെ, ശരീരത്തില് ബ്ലഡ് അവിടെ പറഞ്ഞില്ല ബ്രദറെ. പറഞ്ഞു ചില നേരത്തെ ശരീരത്ത് ഒരു ബ്ലഡ് പോലെ ഇതാണ് ബ്രദർ പറഞ്ഞു. അത് കൈവച്ചോ സിസ്റ്ററെ. ഇനി മേലാൽ ആ ബ്ലഡ് വരത്തില്ല കേട്ടോ. കർത്താവ് പൂർണ്ണ സൗഖ്യം ഇങ്ങനെ കർത്താവ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, എന്തോ ബ്രദറെ, എനിക്ക് സാക്ഷ്യമുണ്ട്.
ഈ കാൽമുട്ട് വേദന ഞാൻ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 6-7 വർഷമായി കാൽമുട്ട് വേദന തുടങ്ങിയിട്ട്. 2 പ്രാവശ്യം കുത്തിവയ്പ്പ് എടുത്തു. എന്നിട്ടും എനിക്ക് കുറവില്ല. എന്നിട്ട് നടക്കുമ്പോഴൊക്കെയും കാല് വലിയ ഭാരം കയറ്റി വെച്ചിരിക്കുന്ന പോലെയാണ് ഞാൻ നടക്കുന്നതൊക്കെ. എന്ന് വെച്ചാൽ അത്രയും വേദനയാണ്. ഒരുത്തൻ നടക്കുന്ന ഞാൻ ആഗ്രഹിച്ചു എനിക്കിതുപോലെ നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ കൈമുട്ടേ കൈവച്ച് പ്രാർത്ഥിക്കും. യേശുവിന്റെ തിരുമുറ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്, ദിവ്യസൗഖ്യമുണ്ട്, എനിക്ക് ഞാൻ ഈ വേദന അനുഭവിക്കേണ്ടതില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒത്തിരി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും എന്റെ ദേഹത്തോട് ചൂട് പോലെ എന്തോ കയറി വന്ന് ബ്രദർ പറഞ്ഞല്ലോ ഇമാജിൻ ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ ഞാൻ യേശുവിൻ തിരുരക്തം എന്റെ മുട്ടുമേലേക്ക് ഇങ്ങനെ വീഴുന്നതായിട്ട് ഞാൻ അങ്ങനെ കണ്ടു പ്രാർത്ഥിച്ചു. ഇപ്പൊ 2 ദിവസമായിട്ട് മുട്ടിന് നല്ല ആശ്വാസമുണ്ട്. എനിക്ക് സാധനം എല്ലാം നടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ വേദന ഇല്ല അവിടെ? ഇപ്പൊ വേദന ഇല്ല. എനിക്കിപ്പോ നടക്കാം, നല്ലപോലെ നടക്കാൻ പറ്റുന്നുണ്ട് എനിക്കിപ്പോ. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. ഇത് വലിയൊരു സാക്ഷ്യമാണ്. നിങ്ങൾ ഇത് കേട്ട് 7 വർഷമായിട്ടല്ലേ സിസ്റ്റർ പറഞ്ഞത്? അങ്ങനെയല്ലേ പറഞ്ഞത്? ഞാൻ കേട്ടത് 7 വർഷമായിട്ട് മുട്ട് തേയ്മാനം 4th സ്റ്റേജിലാണ് ഡോക്ടർ പറഞ്ഞ് മുട്ട് മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ കേട്ട് മുട്ട് മാറ്റി വെക്കണം അല്ലേ? ആ മുട്ട് മാറ്റി വെക്കണം 7 വർഷം. പിന്നെ ഇഞ്ചക്ഷന്റെ കാര്യം എന്താ പറഞ്ഞത്? ഇഞ്ചക്ഷൻ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ 6 മാസം ഈ മുട്ടിന് ഇഞ്ചക്ഷൻ എടുക്കും. നടക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് വേദനയ്ക്ക് ഇച്ചിരി കുറവ് വരും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത 1 വർഷത്തെ ഇഞ്ചക്ഷൻ എടുത്തു ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്. എന്നിട്ടും എനിക്ക് വേദനയാണ്, നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര വേദനയായിരുന്നു. നിങ്ങളിത് കേട്ട് യേശു പ്രവർത്തിച്ച അത്ഭുതം കേട്ട് നോക്കിയ നമ്മുടെ ഇടയിൽ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി 7 വർഷമായിട്ട് പ്രിയ സഹോദരി പറഞ്ഞു കേട്ടോ. ഡോക്ടർ പറഞ്ഞു തേയ്മാനത്തിന്റെ 4th സ്റ്റേജ് കഴിഞ്ഞു, ഇനി അത് അത് മാറ്റി വെക്കാതെ പറ്റത്തില്ല, 6 മാസം കൂടുമ്പോൾ കുത്തിവയ്പ്പ് എടുക്കും. എന്നാൽ ആ വേദന കുറയുമ്പോൾ പിന്നെയും എന്ത് ചെയ്യും? അതിന്റെ എഫക്റ്റ് കഴിയുമ്പോൾ പിന്നെയും വേദനയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം വിശ്വാസം പഠിപ്പിച്ചപ്പോൾ ഇമാജിനേഷൻ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. എത്ര പേര് സഹോദരി ഏറ്റെടുത്തു കണ്ടോ? രോഗം മാറിയുന്നത് കണ്ടുകൊണ്ട്, യേശുവിന്റെ മുറിവിൽ ഒഴുകുന്ന രക്തം വീഴുന്നത് കണ്ടുകൊണ്ട് സൗഖ്യമാകുന്നത് ഇമാജിൻ ചെയ്തപ്പോൾ കണ്ടോ. ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. വിശ്വാസത്താൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവർത്തികൾ ഉണ്ടാകും എന്ന് സഹോദരി ഇത് പറയും. 7 വർഷമായിട്ട് 4th സ്റ്റേജിൽ മുട്ട് തേയ്മാനമായ ആള് ഇപ്പൊ എത്ര 2 ആഴ്ചയായിട്ടോ? എത്ര ദിവസം? 2 ആഴ്ചയായി അടുത്ത് നെക്സ്റ്റ് കുത്തിവയ്പ്പ് എടുത്തു. എന്നിട്ട് 2-3-4 ദിവസമായിട്ട് ഭയങ്കര വേദനയായി, നടക്കത്തില്ലായിരുന്നു. അന്നേരമൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അതായത് ഇപ്പൊ 7 വർഷമായിട്ട് സിസ്റ്റർക്ക് പറ്റാത്തതല്ല, ഇപ്പൊ പറ്റുന്നുണ്ട്. അതെ പറ്റുന്നുണ്ട്. എനിക്ക് ഇപ്പൊ കുറെ പയ്യാണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റുന്നുണ്ട്, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഒന്നും പറ്റത്തില്ലായിരുന്നു. നേരത്തെ ഒരു കാലം എടുത്തു വെച്ച് എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളായിരുന്നു. അത് ഇപ്പൊ അതൊക്കെ ഒരു വ്യത്യാസം വന്നു. നടക്കാൻ നല്ല ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. സ്റ്റെപ്പ് കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും നടക്കാൻ എനിക്ക് നല്ലപോലെ ആവുന്നുണ്ട് ഇപ്പൊ. അത് ഇത്രയും നാളെ അതിന്റെ അകത്തൊരു എഫക്റ്റ് കടന്ന് അത് പിന്നെ തന്നെ അത് മുഴുവൻ പറഞ്ഞു നടന്നങ്ങ് ചെറുത്തിങ്ങോട്ട് നടന്ന് നോക്കിയിട്ട് ഇപ്പൊ കുഴപ്പമില്ല, സ്റ്റെപ്പ് കയറിയിട്ട് കുഴപ്പമില്ല. യേശുവിന്റെ പ്രവൃത്തിയാണ് ശരീരത്തിന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സൗഖ്യം നമ്മുടെ അവകാശം. കണ്ട പകള് എന്നാലോചിച്ച് ആ വേദനയാൽ ഭാരപ്പെട്ടു, പക്ഷെ വചനത്തെ എങ്ങനെ പ്രാർത്ഥിക്കുന്നത് മനസ്സിലായി നിങ്ങൾ? ആ ഇമാജിൻ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ നടക്കാത്ത അത്ഭുതം നടന്നു. അപ്പൊ നിങ്ങൾ ഈ വചനം പഠിക്കണം എന്നുള്ളത് വലിയ പോയിന്റ് അല്ലേ? വചനം പഠിക്കുമ്പോൾ മനസ്സിലായോ? ആ വചനം പഠിച്ച് അതിന്റെ അറിവിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവപ്രവൃത്തി ഉണ്ടായി. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അനേകം ഇത് നേരിട്ട് സിസ്റ്റർ നാട്ടിൽ എവിടെയാ? കേരളത്തിൽ എവിടെയാ? കോട്ടയത്ത് പ്രാർത്ഥനയ്ക്ക് വന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം? ഇല്ല, ഞാൻ ഇവിടെ മസ്കറ്റില്ല ബ്രദറെ. ഇനി ഒരു കാര്യം ചെയ്യ്, ഇനി അടുത്ത പ്രാർത്ഥനയ്ക്ക് നമുക്ക് എവിടെയും മിഡിൽ ഈസ്റ്റിൽ എവിടെയും വെച്ച് നമുക്ക് കാണാം. ഈ സാക്ഷ്യം പറയണം. ഇത് കേൾക്കുന്ന രോഗികൾ, ഇത് കേട്ടോണ്ടിരിക്കുന്ന കാൽമുട്ടിനോ തകർച്ചയിലോ രോഗത്തിലോ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ സാക്ഷി യേശു പ്രവർത്തിച്ചത് ഇന്നും പ്രവർത്തിക്കുവാൻ ശക്തനാണ്. വലിയ അത്ഭുതങ്ങളാൽ ദൈവം നിറയ്ക്കും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യം പറയാനുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. പറഞ്ഞിരുന്നു ഒരു സിന്ധു, അതേപോലെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേബി, അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു മിനിറ്റ് രണ്ടുപേരും ഒരേപോലെ സംസാരിക്കാതെ ക്ലിയർ ആകുന്നില്ലല്ലോ. പറഞ്ഞു. ഒരു സിന്ധു, അതെ, അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേബിയെ പറ്റി ഇപ്പൊ പറഞ്ഞിരുന്നു. അതെന്റെ ബേബി എന്റെ അനിയനും സിന്ധു അവന്റെ ഭാര്യയാണ്. അവ കഴിഞ്ഞ ആഴ്ച വലിയൊരു ആക്സിഡന്റിൽ പെട്ടതാണ്. പക്ഷെ നെഞ്ചിന് ഈ മാറലിന് ഒരു പൊട്ടല്, വാരിയലിന് 3 പൊട്ടലുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് എക്സ്റേ എടുത്ത സ്കാനിങ് ഒക്കെ ചെയ്തപ്പോ പറഞ്ഞ്
റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു ഡോക്ടേഴ്സ്. കൂടാതെ അവന് 2 മാസം മുമ്പേ കാലിന്റെ 2 മുട്ടും മാറ്റി വെച്ചതാണ്. ഏതായാലും ദൈവം അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയതാണ്. അത്രയും വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് വേറെ ഇങ്ങനെ ഈ സഹോദരി പറഞ്ഞു കേട്ടില്ലേ, ആ സഹോദരന്റെ മുട്ട് രണ്ടും മാറ്റി വെച്ചതല്ലേ? അതെ അതെ. കണ്ടോ, നിങ്ങൾ കേട്ടെ, കുറച്ചു മുമ്പ് സഹോദരി സാക്ഷ്യം പറഞ്ഞു കേട്ടില്ലേ, ആ സഹോദരിയുടെ മുട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞൊരു വിഷയമായിരുന്നു. പക്ഷെ യേശു അത്ഭുതം. അപ്പൊ എത്രത്തോളം ക്രിട്ടിക്കൽ അവസ്ഥയിൽ ആ സഹോദരി കടന്നുപോയത്. ഇന്ന് ഈ കുടുംബത്തിന് വേണ്ടി സിസ്റ്ററെ പ്രാർത്ഥിച്ചോണേ, പ്രത്യേകിച്ച് സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ദൈവം ആ കുടുംബത്തിനെ ഇന്ന് സാക്ഷിയാക്കാൻ വേണ്ടി പോവാണേ. കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ ഈ എല്ലാവരും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ആലോചന കേൾക്കുമ്പോൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവര് നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങൾക്ക് ദൈവം പ്രതിഫലം തരിക തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, ഗോഡ് ബ്ലെസ് യു. ആലോചന വരുമ്പോ ചാടി പിടിച്ചോണേ. യേശുവിന്റെ നാമത്തിൽ ദൈവം നമുക്ക് തരുന്ന വഴികളാണത്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഏറ്റെടുത്തോ സിസ്റ്റർ. ഇന്ന് ആ കർത്താവിന്റെ നാമത്തിൽ ആ മകനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോണം കേട്ടോ. സാക്ഷിവാക്കി ദൈവം മാറ്റും. പറഞ്ഞു. 2018 വാഹനം ആക്റ്റീവ വാഹനം എന്ന് പറഞ്ഞാൽ എന്റെ പേരിലുള്ള വണ്ടിയാണ്. ഓടിക്കുന്നത് മോനായിരുന്നു. എടുത്ത 1 വർഷം കഴിഞ്ഞപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ദൈവം അതിൽ നിന്നെല്ലാം രക്ഷിച്ച്. പക്ഷെ വണ്ടി ഇപ്പോഴും അവന് ഓടിക്കാൻ പറ്റില്ല. എപ്പോഴും കയറ്റി വെക്കും. മറ്റുള്ളവർ ഓടിക്കുമ്പോ കുഴപ്പമില്ല, വണ്ടി വീട്ടിൽ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കണേ. ഇവന് ഓടിക്കാൻ പറ്റുന്നില്ല വാഹനം. എന്തെങ്കിലും കംപ്ലൈന്റ് വരും അവൻ ഓടിക്കുമ്പോ. അത് ഏറ്റെടുത്തു സിസ്റ്ററെ. ഇന്ന് ആ വണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചോണം. കൈ വെച്ചിട്ട് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോണം. കർത്താവെ, വാഹനം അനർത്ഥം വരാതെ ഞങ്ങളെ സൂക്ഷിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. ദൈവം നമുക്ക് വലിയൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ഈ നമ്മള് ഇതൊന്ന് ഫേസ്ബുക്കിൽ ഇടൂലേ? ഫേസ്ബുക്കിലിട്ട് ഈ പറഞ്ഞത് വേറെ ആൾക്കാര്, എന്റെ ഭാര്യ എന്റെ മകൾക്കൊന്നും വിശ്വാസമില്ല, അപ്പൊ അവർക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. ഇതിപ്പം ബ്രദറെ, ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മുടെ 2 യൂട്യൂബ് ചാനലിലും ഒരേപോലെ ലൈവ് പൊക്കോണ്ടിരിക്കുകയാണ്. അത് ലൈവ് ഉണ്ട്. അതിനുശേഷം യൂട്യൂബിൽ വീണ്ടും അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലൈവ് പോകുന്നുണ്ട്. ഫേസ്ബുക്കിലും ഉണ്ട്, നമ്മുടെ പേജിലുണ്ട്. ട്രൂ ലൈറ്റ് ജനറേഷൻ എന്നുള്ള പേജിലും യൂട്യൂബിലും ഒരേ സമയം ഇത് ലൈവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ലൈവിലും നമുക്ക് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് 2 ഇതിലുണ്ട് കൂടി നമുക്ക് ലൈവിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവർക്ക് വേണ്ടി നിങ്ങൾ ആലോചന കേൾക്കുന്നത്, പ്രത്യേകിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞ ഈ സ്വാതന്ത്ര്യം ഇല്ലാത്തവരാണ് യൂട്യൂബിൽ കാണുന്നത്. പക്ഷെ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും സൂമിൽ കയറാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ആ കാര്യം വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രാർത്ഥനയിൽ സ്വാതന്ത്ര്യമുള്ളവർ ലൈവിൽ തന്നെ വരിക. അല്ലാത്തവർക്ക് കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുടുംബമായിട്ട് ദൈവ സ്വാതന്ത്ര്യം തരും. ഓക്കെ, ഗോഡ് ബ്ലസ് യു ബ്രദറെ. വന്നപ്പോ അങ്ങ് പറഞ്ഞോളെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. എന്റെ മോക്ക് വൈകുന്നേരം ആയപ്പം വയറുവേദനയായിരുന്നു. ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം വയറുവേദനയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. ഞാൻ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. ഇപ്പൊ വയറിന്റെ വേദന മാറി. കുറച്ചായിട്ട് ഇങ്ങനെ ഗ്യാസിന്റെ പ്രശ്നം വരുന്നു ബ്രദറെ. അത് കൈവച്ചോ സിസ്റ്റർ. മേലാൽ ഇനി ആ വേദന മുഴുവനും യേശു ക്രൂശിൽ വഹിച്ചതാണ്. ഞങ്ങളുടെ മേൽ വേദനയ്ക്ക് അവകാശമില്ല എന്ന് പറഞ്ഞോളാം കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. ഹലോ, കേക്കാമോ? പറഞ്ഞു, പറഞ്ഞു. ബ്രദറെ, എനിക്ക് കുറെ മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് മ്യൂട്ട് മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് സാക്ഷി പറയാൻ പറ്റാത്തത്. ഇന്ന് മോൻ ശരിയാക്കി തന്നു. ഞാൻ ഗീതയാണ്, ഗീത സെൽവരാജ്. ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. എനിക്കാണെങ്കിൽ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പേ 2 പരു 2 സ്ഥലത്തായിട്ട് വന്നു. ഇപ്പൊ സാധാരണ പരു വരുമ്പോ മെഡിസിൻ ഉപയോഗിച്ചാലേ മാറുള്ളൂ. ഞാൻ ബ്രദറിന്റെ പ്രസംഗം 1 വർഷം കൊണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. എൻ്റെ അനിയത്തി മുഖാന്തരമാണ് ഇത് കിട്ടിയത്. ഇതിന്റെ ഈ ട്രൂ ലൈറ്റ് ജനറേഷൻ എന്ന ഈ ലിങ്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ മോനുമായിട്ട് മോന് വേണ്ടി ഞാൻ വിഷമിച്ച് കരഞ്ഞ സന്ദർഭങ്ങളിൽ അനിയത്തി പറഞ്ഞു, യേശുപ്പൻ്റെ എന്നോട് പ്രാർത്ഥിച്ചാൽ മതി, ബ്രദറിൻ്റെ പ്രസംഗം കേട്ടാൽ മതി, പ്രാർത്ഥിക്കുമ്പോൾ കൂടെ പ്രാർത്ഥിക്കണം. അങ്ങനെ കർത്താവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ യേശുപ്പം പ്രാർത്ഥനയായിട്ട് മകനെ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെയും ദൈവം വിടുവിച്ച് ഇപ്പോൾ അവനൊരു ഉപജീവന മാർഗത്തിനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പരു വന്നപ്പോൾ ഞാൻ ദൈവത്തോട് കർത്താവിൻ്റെ തിരുമുറിവിനാ സൗഖ്യം, കർത്താവിൻ്റെ തിരുമുറിവിനാ സൗഖ്യം എന്നിങ്ങനെ
നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് പെരുമാറിയപ്പോൾ വേറൊരു സ്ഥലത്ത് വന്ന് എനിക്ക് മെഡിസിൻ പോലും ഇടാൻ പറ്റാത്ത സ്ഥലമാണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് പിന്നെയും പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിച്ച് എനിക്ക് സൗഖ്യം തന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ അൾസറിൻ്റെ പ്രയാസം ഉണ്ടായിരുന്നു. അൾസറിൻ്റെ പ്രയാസവും എൻ്റെ ജീവനുള്ള ദൈവം എനിക്ക് മാറ്റി തന്നു. പിന്നെ അതുപോലെ എനിക്ക് ബ്രദറിന് ഈ കാശ് അയക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം അതും എൻ്റെ മോൻ എനിക്ക് സഹായിച്ചു തന്നു. പിന്നെ അതുപോലെ എനിക്ക് ശ്വാസം മുട്ടിൻ്റെ പ്രയാസമൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ ഇന്നലെ പോയപ്പോൾ അനിയത്തി പറഞ്ഞ് നീ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് നിരന്തരം പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾവി കുറവുണ്ട്. അതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്രദറെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. തീർച്ചയായിട്ടും പ്രിയ സൗരി പറഞ്ഞ പോലെ തന്നെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. അൾസറിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അതൊക്കെ എൻ്റെ കേൾവിയോടെ, എൻ്റെ അറിവിൽ അതൊക്കെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കിടക്കുന്ന അസുഖങ്ങളാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ യേശു സൗഖ്യമാക്കി. തലമുറയെ ദൈവം തൊട്ടു. ദൈവം ഒത്തിരി പ്രവർത്തികൾ ചെയ്തു. ഇനിയും ദൈവം നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ പറഞ്ഞ ആരോഗ്യം എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞു. യേശു അതെപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും കാൽവരി ക്രൂശിൽ നിങ്ങൾ മനസ്സിൽ കാണണം. കണ്ണടയ്ക്കുമ്പോൾ കാണേണ്ടത് എനിക്ക് വേണ്ടി ക്രൂശിൽ യേശു ക്രിസ്തു വില കൊടുത്തു. എൻ്റെ പിതാവ്, എൻ്റെ കർത്താവ്, എന്നെ സ്നേഹിക്കുന്ന യേശു എനിക്ക് വേണ്ടി വില കൊടുത്തു. അതുകൊണ്ട് ഞാനിത് അനുഭവിക്കുന്ന നന്മ ഇത് പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നെ സിസ്റ്റർ പറഞ്ഞുകൊണ്ട് തന്നെ ആർക്കും തെറ്റിദ്ധരിക്കരുത്. സിസ്റ്റർ പറഞ്ഞുകൊണ്ട് തന്നെ ബ്രദറിന് കാശ് കൊടുക്കുന്ന പറയുമ്പോഴേക്കും ഇനി ബ്രദർ കാശ് മേടിക്കാൻ നിൽക്കുമെന്നാലും വിചാരിക്കരുത്. സിസ്റ്റർ വിധയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അതറിയാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ സിസ്റ്റർ പറഞ്ഞത്. പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. കർത്താവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നതാണ്. ഇവിടെ ബ്രദർ പൈസ മേടിക്കുന്നില്ല. കർത്താവിൻ്റെ നാമത്തിൽ നാം വിതയ്ക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ദൈവരാജ്യത്തിൽ, ഞാൻ ബ്രദറിൻ്റെ ഒരു കണക്കുമില്ല, ഒരു മനുഷ്യൻ്റെ ഒരു കണക്കുമില്ല, കണക്ക് വെക്കാൻ കഴിയത്തില്ല. ദൈവരാജ്യത്തിലേക്ക്, ദൈവരാജ്യം വളരുവാൻ വേണ്ടിയാണ് വിതയ്ക്കുന്നത്. അത് വിതയ്ക്കണം, നിർബന്ധമാണ്. സുവിശേഷം വളരുവാൻ വേണ്ടി വിതയ്ക്കണം. വിത മാത്രം പോരാ. വിതച്ചുകൊണ്ട് മാത്രം രക്ഷപ്പെടുക ഇല്ല. നിങ്ങൾ വചനവും വിതയ്ക്കണം, പ്രാർത്ഥന വിതയ്ക്കണം, സമയം വിതയ്ക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ ഓടുന്നതെല്ലാം വിതയാണ്. അതെല്ലാം നിങ്ങൾ കൊടുക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവ് വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പ്രാർത്ഥനകൾ ക്രമീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. ഈ ദിവസങ്ങളിൽ നമ്മൾ UK ഒന്ന് ഫോക്കസ് ചെയ്യുവാണ്. കുറച്ച് പ്രാർത്ഥന ക്രമീകരിക്കാൻ വേണ്ടി പോകുന്നു. അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വരിക. ഞാൻ പറഞ്ഞല്ലോ, പ്രവചനം ഇടപെടുന്നത് ദൈവമാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു, എൻ്റെ ആഗ്രഹത്തിലല്ല, അല്ലെങ്കിൽ എൻ്റെ ചിന്തയിലല്ല ഇത് പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ദൈവം നിങ്ങളോട് നിന്ന് കേട്ടതുപോലെ നമ്മൾ ഒത്തിരി ദൈവിക ആലോചന കേട്ടു. ആലോചന കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് വിഷമിക്കരുതേ. അതിൻ്റെ കാരണം ഇന്ന് നിങ്ങൾക്ക് ദൈവവചനമായിരുന്നു ആവശ്യം. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് വെളിപ്പെടുത്താത്തത്. അതുകൊണ്ട് നിരാശപ്പെടുക. ചിലർ പറയുമോ, ബ്രദർ എന്നോടൊന്നും പറയുന്നില്ല. പേടിക്കണ്ട. ഈ വചനം ദൂത, വചനത്തെ ഉറപ്പിക്കേണ്ടതിന് ബാക്കിയെല്ലാം പ്രവചനങ്ങളും അത്ഭുതങ്ങളും എല്ലാം. ആമേൻ. നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട്. ആർക്കെങ്കിലും ഇനിയും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. കുറേ സാക്ഷ്യം നമുക്ക് വന്നിട്ടുണ്ട്. എനിക്കത് കേൾപ്പിക്കാൻ പറ്റാതെ വന്നു. ഞാൻ ഇച്ചിരി തിരക്കിലായിപ്പോയി. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞാൻ നേരത്തെ കുറച്ച് സമയം ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഇയർ ബാലൻസിന്റെ പ്രോബ്ലം വന്നു. എനിക്ക് തീരെ തല പൊക്കാൻ പോലും പറ്റാത്ത പോലെയായിരുന്നു. കുറെ ദിവസം എനിക്ക് ഉണ്ടായിട്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വചനം ഗുളിക പോലെ കഴിച്ചിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കുക. ദൈവത്തിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞു. അതുപോലെ ഞാൻ ആക്ഷൻ ചെയ്തു. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, തലയുടെ കനം മാറി, എന്നെ തലയ്ക്കുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി. ഞാൻ കുളിക്കാൻ പോലും പേടിച്ചിട്ട് കുളിക്കാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുളിച്ചു, ഒന്നുമില്ല. ഞാൻ തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി നോക്കിയിട്ടൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ എനിക്ക് പേടിച്ചിട്ട് ഞാൻ കുളിക്കും അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ട് അടങ്ങിയിരിക്കായിരുന്നു. ഇപ്പൊ നേരത്തെ വൈകുന്നേരം വരെ ഞാൻ ആ വീഡിയോ ഇട്ട് ബ്രദറിന്റെ രോഗസൗഖ്യത്തിന്റെ അതിങ്ങനെ കേട്ടു. പിന്നെ ഇപ്പൊ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോഴും ഞാൻ തലയിളക്കിയിട്ട് ഒരു പ്രശ്നമില്ല. എനിക്കൊരു എന്തോ എന്റെ ഒരു തല കനം വിട്ടുപോയി, എന്നെ എന്തോ വിട്ടുപോയ പോലെ എനിക്ക് തോന്നുന്നു. യേശുവേ നന്ദി കർത്താവ്. സിസ്റ്ററെ, ഇയർ ബാലൻസിന്റെ ബുദ്ധിമുട്ട് എത്ര
എത്ര വർഷമായിട്ടുണ്ടായിരുന്ന എസ്ട്ര ഇത് ഈ ബുദ്ധിമുട്ട്? അത് ഇങ്ങനെ വരും പോവും എത്ര അങ്ങനെയായിട്ട് വർഷമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടായിരുന്നത്? കുറെ വർഷമായി. എന്നാലും കേൾക്കുന്ന ഒരാൾക്ക് ഒരു വിശ്വാസം വരാൻ വേണ്ടിയാ. അത് ഒരു 2 വർഷമായി ഉണ്ടാവും. കണ്ടോ, 2 വർഷമായിട്ട് ഇയർ ബാലൻസിന്റെ ബുദ്ധിമുട്ടായിരുന്നു. എസ്ട്രക്ക് പറഞ്ഞുകൊണ്ട് തന്നെ കിടന്നുകൊണ്ടാണ് ഇത് കേട്ടത്. കുളിക്കാൻ പോലും പേടിയായിരുന്നു ആ സമയത്ത്. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം കേട്ട രോഗസൗഖ്യത്തിന്റെ പ്രാർത്ഥനയും സാക്ഷ്യവും കേട്ട ഒരു സഹോദരി പറഞ്ഞു, വചനം ദൈവത്തിന് ഞാൻ സാക്ഷ്യം പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആമേൻ, ഞാൻ വചനം ഇതില് മരുന്ന് സാക്ഷ്യം പോലെ, പറയും. അതെ, വചനം മരുന്ന് പോലെ ഭക്ഷിച്ചു എന്ന് ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞ് വചനം കേട്ടിട്ട് ആ വചനം കഴിച്ചിട്ട് ഒരു ആക്ഷൻ ചെയ്തു. അപ്പം നമ്മൾ 2 കാര്യം പറഞ്ഞു. വിശ്വാസത്തിന്റെ ആക്ഷൻ, ഇമാജിനേഷൻ. നമ്മൾ വചനം കൊണ്ട് ചിത്രങ്ങൾ കാണുവാൻ വേണ്ടി പറഞ്ഞത് രണ്ടും പറഞ്ഞതാണ്. പക്ഷെ ഇത് ഏറ്റെടുത്തവരുടെ മേൽ വലിയ അത്ഭുതങ്ങൾ കണ്ടതിന് നന്ദി പറയുന്നു. അപ്പോൾ ആ സഹോദരി വിശ്വാസത്തിന്റെ ആക്ഷൻ ചെയ്തു, വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്തു. വചനം അകത്തോട്ട് പറഞ്ഞിട്ട് ഒരു ഗുളിക കഴിക്കുന്നത് പോലെ, മരുന്ന് വെള്ളം കുടിക്കുന്ന പോലെ കാണിച്ചു. ഇതേ സഹോദരി അതേപോലെ തന്നെ കാണിച്ചു. ഇയർ ബാലൻസിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എണീറ്റ് നടക്കാനോ വായിക്കാനോ കിടക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. കുളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും വലിയൊരു സൗഖ്യം. ശരീരത്തിന് തലേന്ന് ഒരു ഭാരം ഇറങ്ങിയത്, ഒരു രോഗാത്മാവ് വരുന്നത്, ആ ഭാരം വിട്ടുമാറി ഫ്രീ ആയി. ഇപ്പൊ വല്ല കുഴപ്പമുണ്ടോ സിസ്റ്ററെ? ഇല്ല, എനിക്ക് നല്ല കണ്ണൊക്കെ ശരിക്ക് തുറക്കാൻ പറ്റില്ലെങ്കിൽ ഓയ് ഞാൻ എപ്പോഴും കരയുന്ന പോലെ നടക്കുമായിരുന്നു. ഇന്ന് എനിക്ക് എന്റെ യേശുവേ. ഒരു ഫ്രഷ് ആയ പോലെ എനിക്കറിയാം ഇത് രോഗാത്മാവാണ്. എന്നെ കുറെ കൊല്ലമായി അറ്റാക്ക് ചെയ്യുന്ന ഒരു സൈക്കിക് അറ്റാക്ക് എനിക്ക് ഉണ്ടാവുന്നത് എനിക്കറിയായിരുന്നു. ആ അപ്പൊ ഭൂതം വിട്ടു ഇതെന്തായാലും പോയിരിക്കുന്ന സിസ്റ്ററെ, ആ ദുരാത്മാവ് സിസ്റ്ററെ വിട്ട് മാറിപ്പോയതിന്റെ സൈനാണത്. തലയ്ക്കകത്തുനിന്ന് ഭാരം പോയി. പറഞ്ഞു കേട്ടില്ല നിങ്ങൾ? ഇത്രയും വർഷമായിട്ട് പ്രത്യേകിച്ച് നമുക്കറിയാം, ഇയർ ബാലൻസ് ഒക്കെ വന്നു കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ പിന്നെ രോഗിയാ. എൻ്റെ അറിവാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. തെറ്റാണെങ്കിൽ നിങ്ങൾ, ഞാൻ പറഞ്ഞ എല്ലാ അറിവും, ഞാൻ മെഡിക്കൽ ഫീൽഡൊന്നും അല്ല, കേട്ട കേൾവിയാണ് പറയുന്നത്. ജീവിതകാലം മുഴുവൻ എന്താ പറയുന്നത്, ഈ രോഗമായിട്ട് കിടക്കണം. പക്ഷെ യേശു തൊട്ടു, ആ ദുരാത്മാവിനെ ഇറക്കി വിട്ടു, മനസ്സും ശരീരവും ഫ്രീ ആക്കി അത്ഭുതത്തെ ചെയ്തു. അതുകൊണ്ട് വചനത്തിന്റെ അറിവ് കയറിനകത്തോട് കണ്ടോ, അത് കേട്ടത് കൊണ്ടല്ലേ സഹോദരിക്ക് അത് പ്രാപിക്കാൻ പറ്റിയത്. ഇപ്പൊ വചനം കേൾക്കണം, സമയം കണ്ടെത്തണം. സമയം ഇല്ല എന്ന് പറയുന്നവർ പിശാചിന്റെ പിടിയിലേക്ക് പൊക്കോണ്ടിരിക്കുക. പക്ഷെ വചനം കേൾക്കുന്നവൻ പിശാചിന്റെ പ്രവർത്തികളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഒരാളും കൂടെ സാക്ഷ്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ആരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, അത് സാക്ഷ്യല്ല. ഞാനൊരു ചോദിച്ചു. ഉം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. അപ്പൊ സ്നാനപ്പെടാണ്ട് നമ്മൾ മറ്റൊരു രോഗിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ കൈ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാനൊക്കെ പറ്റുമോ? അതൊന്നും അറിയാനായിട്ടായിരുന്നു. തീർച്ചയായിട്ടും സിസ്റ്ററെ, സ്നാനപ്പെടാത്ത വ്യക്തിക്ക് വേണ്ടി, അല്ല സ്നാനപ്പെടാത്ത വ്യക്തിക്ക്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എന്തും ചെയ്യാം. പക്ഷെ സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. സ്നാനത്തിലൂടെയാണ് രക്ഷാ പദ്ധതിയിലേക്ക് നാം പൂർണ്ണമായിട്ടും കയറുന്നത്. കൽപ്പനയാണ്. കാര്യം യേശു വരുമ്പോൾ നിത്യജീവനിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് രക്ഷാ പദ്ധതിയിലേക്കും വിശ്വാസ സ്നാനത്തിലേക്കും ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ജലസ്നാനം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്നതല്ല. ജലസ്നാനം എന്നുള്ളത് രക്ഷിക്കപ്പെട്ടവർക്കുള്ള കൺഫർമേഷനാണ്. അപ്പം ജലസ്നാനം വേണം. പക്ഷെ ജലസ്നാനം ചെയ്തില്ലാത്തത് കൊണ്ട് രോഗസൗഖ്യമാകത്തില്ലെന്നല്ല, അത് വിശ്വാസമാണ്. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ മറ്റെന്തും ചെയ്യുവാനും നമുക്ക് വിശ്വാസം മതി, യേശുവിൻ്റെ നാമത്തിൽ മതി. പക്ഷെ ക്രിസ്തുവിൻ്റെ കൂടെ ചേരുവാൻ സ്നാനമേറ്റിക്കുന്ന നാമല്ല. അപ്പം ക്രിസ്തുവിൻ്റെ കൂടെ ചേരണമെങ്കിൽ സ്നാനം നിർബന്ധമാണ്. അപ്പം സ്നാനം ഒരിക്കലും രോഗസൗഖ്യവുമായിട്ട് ബന്ധമില്ല. സ്നാനം യേശുവായിട്ടുള്ള ബന്ധമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും സ്നാനപ്പെടണം. വരും സമയങ്ങളിൽ സ്നാനത്തിലേക്ക് പോകണം. കാര്യം ഞാൻ കുറ്റക്കാരനോ എന്നോട് പറഞ്ഞില്ല എങ്കിൽ അത് കടമയാണ്. പറയണം എന്നുള്ളത്. ഒരു യേശു വരുമ്പം ഞാൻ ആദ്യത്തെ വണ്ടിയിൽ കയറിയിരിക്കുമ്പോഴേക്കും നിങ്ങളും പുറകെ വന്നിരിക്കണം. അല്ല എങ്കിൽ എന്നോട് ചോദ്യം വരും, എന്തുകൊണ്ട് നീ അത് പറഞ്ഞില്ല? രക്ഷയും സ്നാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ വീണ്ടും 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 പറയുന്നു, സഭ മാറുന്നതല്ല സ്നാനം, യേശുവിൻ്റെ കൂടെ ചേരുന്നതാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. ആമേൻ. ബ്രദറെ, ഞങ്ങളൊരു ഹിന്ദു, എനിക്ക് ഭയങ്കര തീർച്ചയായിട്ടും സിസ്റ്ററെ, നമ്മൾ യേശുവിലേക്ക് വരുവാൻ പറഞ്ഞു. ബ്രദറെ, എനിക്കും സ്നാനപ്പെടണമെന്നുണ്ട്. ബ്രദർ കേരളത്തിൽ വരുമ്പം അതിൻ്റെ ഇതുണ്ടാവുമോ ബ്രദർ? തീർച്ചയായിട്ടും സിസ്റ്ററെ, ക്രമീകരണങ്ങളെല്ലാം ഉണ്ടാവും. സ്നാനത്തിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും കേട്ടോ. പിന്നെ ബ്രദർ, ഞാനിങ്ങനെ എപ്പോഴെന്നും ബ്രദറിന്റെ എല്ലാ ദിവസവും ഞാൻ കേൾക്കും. കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ കേൾക്കും. അപ്പോൾ ഞാനിങ്ങനെ കർത്താവ് ഇന്ന് എന്നോട് സംസാരിക്കുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്.
ഇന്ന് ഞാൻ മനസ്സിൽ കരുത്തിയതാണ് ബ്രദർ എന്ന് പറഞ്ഞത്. അങ്ങനെ അഥവാ സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് വചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാനിപ്പോൾ അത് മനസ്സിൽ ഏറ്റെടുക്കുന്നു. അത് വചനമായിരിക്കും എനിക്ക് ഈ കർത്താവ് തരുന്നത്. എന്നോട് സംസാരിക്കും, ഇനി എപ്പോഴെങ്കിലും സംസാരിക്കുമായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ ബലപ്പെടുത്തുന്ന ബ്രദർ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് സഹായിച്ചിട്ട് നമ്മളെ ദൈവം ശക്തീകരിക്കുന്നല്ലോ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരും കൂടെ ഉണ്ടോ? ഒരാളും കൂടെ പറഞ്ഞാട്ടെ. ബ്രദറെ, ഞാൻ പിന്നെ ഹിന്ദു ആണ്. അപ്പൊ ഞാൻ സ്നാനപ്പെട്ടിട്ട് ഇപ്പൊ 5 മാസമായി. പക്ഷെ ഇപ്പൊ എനിക്ക് ഇപ്പം ബൈബിള് വായിക്കുമ്പോ ഒരു മടി പോലെ, പിന്നെ വായിക്കണം എന്നുണ്ട്, പക്ഷെങ്കില് വായിക്കണം എന്നുണ്ട്, പക്ഷെങ്കിൽ അത് എടുത്ത് നോക്കുമ്പോഴേക്ക് ഭയങ്കര മടി പോലെ, കുറച്ച് സമയം വായിച്ച് പിന്നെ ഭയങ്കര ഒരു മടി പോലെ. അപ്പൊ അത് വായിക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഭയങ്കര നിരാശയായിരിക്കും. അത് ധ്യാനിക്കാൻ പറ്റാത്തത് കൊണ്ടല്ലോ. സിസ്റ്ററെ, അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അങ്ങനെ വല്ലതും നമ്മുടെ മനസ്സിനും ശരീരത്തിലും മടുപ്പുകൾ വരുമ്പോൾ പരിശുദ്ധാത്മാവേ എന്നെ ശക്തീകരിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ താങ്ങണമേ. നമ്മൾ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ചെല്ലുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ സഹായകനാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ, എനിക്ക് വചനം വായിക്കുവാനും ക്രിസ്തുവിൽ വളരുവാനും വചനം പഠിക്കുവാനും പരിശുദ്ധാത്മാവെ മണിക്കൂറുകൾ വചനവുമായിട്ടിരിക്കാൻ പ്രാർത്ഥിപ്പാൻ എന്നെ ശക്തീകരിക്കണമേ പരിശുദ്ധാത്മാവെ എന്ന് പരിശുദ്ധാത്മാവോട് സഹായം ചോദിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് സഹായിക്കും. ആർക്കെങ്കിലും അങ്ങനെ മടുപ്പുകൾ വരുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് ഒരു വിഷമം വരുമ്പം മനസ്സ് നമ്മളോട് പറയും ഇന്ന് പ്രാർത്ഥനയ്ക്ക് കയറണ്ട, നമുക്ക് വചനം വായിക്കേണ്ട, അത് തെറ്റാണ്, അത് പിശാച് നിങ്ങളെ പുറകോട്ട് വലിക്കുന്നതാണ്. വചനമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിന്ന് വരുന്ന വചനത്താൽ ജീവിക്കും. ഇപ്പോൾ കാണുന്ന പ്രതിസന്ധിയിൽ വചനത്താൽ ദൈവം നമ്മളെ ജീവിപ്പിക്കും, വചനത്താൽ നമ്മളെ സാക്ഷിയാക്കും. മടുത്തു പോകുമ്പോൾ സഹായിക്കാൻ എൻ്റെ പരിശുദ്ധാത്മാവുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവ് സഹായിക്കും. ഒരു മടിയും കൊണ്ടുവരണം. നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ ബലഹീനതകൾ, നിങ്ങളുടെ കുറവുകൾ, ഇനി ഏതെങ്കിലും പാപ സ്വഭാവത്തിൻ്റെ ടെൻഡൻസികൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്, ഒരു ബ്രദറിനോടും തുറന്നു പറയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട. പരിശുദ്ധാത്മാവെ ഈ പാപ സ്വഭാവത്തിൽ നിന്ന് രക്ഷിക്കണം. ഒരു മടിയും വേണ്ട. നിങ്ങൾ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സഹായകനും ദൈവവും രക്ഷകനുമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. നന്ദി കർത്താവ്, ഇത്രത്തോളം നടത്തിയ കൃപയ്ക്ക് നന്ദി. ബാക്കി സാക്ഷ്യങ്ങൾ നമുക്ക് പിന്നെയും കേൾക്കാം, സമയപരിമിതി കൊണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ അന്യഭാഷാ പ്രാർത്ഥന കഴിഞ്ഞ പ്രാവശ്യം വെച്ചതുപോലെ നമ്മുടെ രാത്രിയിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ സമയം ഒരു 12 മണി കഴിയുമ്പം അന്യഭാഷാ പ്രാർത്ഥന ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം, അത് 1 or 2 ആയാലും സന്തോഷം, ദൈവം നടത്തട്ടെ. അതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മൾ UK നടക്കാൻ പോകുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും വേണ്ടി ചെയ്യുവാണ്. നിങ്ങൾ ഒരുമിച്ച് അതിൽ പങ്കാളികളാകുവാണ് പ്രാർത്ഥനയിലൂടെ. അതിന് പ്രതിഫലമുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന പ്രാർത്ഥനകൾ, പല രാജ്യത്ത് നടക്കാൻ, എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും പല രാജ്യത്ത് കിടക്കുന്നു, അവിടെ എല്ലാം വരണമെന്ന് മാനുഷികമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവം അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ, അതിനുവേണ്ടി നമ്മളെ ഒരുക്കുവാൻ ദൈവിക ആലോചനയിലൂടെ, നമ്മുടെ തീം അതാണ്, പ്രൊഫറ്റിക്കൽ ആൻഡ് ഹീലിംഗ് മെത്തേഡ്. അതാണ് ഡെലിവറൻസ് ആണ് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് വലിയ പ്രവൃത്തികളാൽ ദൈവം നടക്കി. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഈ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് അന്യഭാഷാ പ്രാർത്ഥനയുണ്ട്. ചിലപ്പോൾ അത് വ്യാഴാഴ്ച ആയിരിക്കാം. അത് ഞാനിവിടെ പറയാം, എന്നാന്നുള്ള ടൈം ഞാൻ പറയാം. കർത്താവ് നിങ്ങളെ അല്ലെങ്കിൽ ബുധനാഴ്ച, ചൊവ്വാഴ്ച നാളെ അല്ലേ, ചിലപ്പോൾ ബുധനാഴ്ച ആയിരിക്കാം. ഞാനത് നിങ്ങൾക്ക് ടൈം ഇടുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. വൻ കാര്യങ്ങളെ കർത്താവ് മറക്കരുത്. ക്ഷമിക്കുക, ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളെ എതിർക്കുന്നവരെ എതിർക്കാതെ അവർക്ക് വേണ്ടി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ആരോടും നമ്മൾ പിണക്കം വെച്ചുകൊണ്ടിരിക്കരുത്. കോപം വരും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ദേഷ്യപ്പെട്ടാൽ സൂര്യൻ അസ്തമിക്കുവോളം വെച്ചോണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. നമ്മൾ അവരെ അനുഗ്രഹിക്കുമ്പോൾ, എതിർക്കുന്നവരെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹം വർദ്ധിക്കുകയും ആ വ്യക്തി നിങ്ങളിലൂടെ നന്മ പ്രാപിക്കും.